അതേതോ ആണവ സമ്പുഷ്ടീകരണ പ്രശ്നം ചർച്ചകൾ അതിന്റെ പരാജയം വാക്പോരുകൾക്കൊടുവിൽ സംഘർഷമെന്ന സ്വാഭാവിക എസ്കലേഷൻ ലാഡറേയല്ല. മസ്കറ്റിൽ ജനീവയിൽ ആദ്യഘട്ടം രണ്ടാം ഘട്ടമൊക്കെ വിജയകരമായി പൂർത്തിയാക്കിയത്. മൂന്നാം ഘട്ടത്തിലേക്ക് പോകുമ്പോഴാണ് അപ്രതീക്ഷിതമല്ലെങ്കിലും ആയത്തുള്ള അലി ഖമനയുടെ രക്തം ചിന്തി അമേരിക്കൻ ഇസ്രായേൽ എപ്പിക് ഫ്യൂറി. എൻറിച്ച്മെന്റ് യുറേനിയം ചർച്ചകളൊക്കെ അയവാഷാണ്. ആത്യന്തിക ലക്ഷ്യം ഇറാനിലെ ഭരണകൂട അട്ടിമറി, റെജീം ചേഞ്ചാണ്. അതിന് കാരണം ഇരിക്കാൻ പറയുമ്പോൾ കിടക്കുന്ന അങ്ങേയറ്റം വിധേയ രാഷ്ട്രങ്ങൾ പോലെയല്ല. ഭയത്തിന്റെ ലെവലേശമില്ലാതെ നേർക്കുനേർ അമേരിക്കയോടും ആയുധശക്തികളോടും നിന്നതാണ് ഷാ പഹലവിയുടെ രാജവാഴ്ചയ്ക്ക് അന്ത്യം കുറിച്ച് ഇസ്ലാമിക വിപ്ലവാനന്തരം ഇറാന്റെ ചരിത്രം. അവരുടെ പരമോന്നത നേതാവ്, പ്രധാനപ്പെട്ട കമാൻഡർമാരൊക്കെ രാത്രിക്ക് രാത്രി കൊല്ലപ്പെട്ട് വല്ലാത്തൊരു വാക്കം നിലനിൽക്കുമ്പോഴും ചുറ്റും കിടക്കുന്ന അമേരിക്കൻ എയർബേസുകളിലേക്കും അയൺ ഡോമിനെയും പൊളിച്ച് ഇസ്രായേലിലേക്കും ഒരേ സമയം മാരകശക്തിയിൽ ആ രാജ്യം തിരിച്ചടിക്കുന്നുവെങ്കിൽ അതിന് പ്രാപ്തമാക്കിയെന്നതാണ് ഇറാൻ ചരിത്രത്തിൽ ആയത്തുള്ള അലി ഖമനയുടെ പ്രസക്തി. ആക്രമണ പശ്ചാത്തലത്തിൽ റഷ്യയിലേക്ക് ഒളിച്ചോടാൻ പോകുന്നു ആ നേതാവ് എന്നൊരു പ്രൊപ്പഗണ്ട വാർത്ത കേട്ടിരുന്നു. എവിടെയും പോയില്ല. ഏതു സമയവും ഖമനയ്ക്ക് വേണ്ടി റഷ്യയുടെ മോസ്കോ വാതിലുകൾ തുറന്നു തന്നെയായിരുന്നു. പക്ഷേ യുദ്ധമുണ്ടാകും, അമേരിക്കയും ഇസ്രയേലും തന്റെ ചോരയ്ക്ക് ദാഹിക്കുന്നവരാണ് എന്ന ഉത്തമ ബോധ്യത്തിലും ഖമനയി ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു, വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. പേടിച്ചോട്ടത്തിന് പകരം തെരഞ്ഞെടുത്തത് മരണമാണ്. ഇറാൻ അതിനെ വിളിക്കുന്നു രാജ്യത്തിന് വേണ്ടിയുള്ള രക്തസാക്ഷിത്വം. അവരുടെ പ്രതികാരമാണ് രക്തസാക്ഷിയുടെ ചോരയ്ക്കുള്ള പ്രതികാരം. ആ പ്രതികാരം നിമിത്തമാകാൻ പോകുന്നു മേഖലയുടെ സർവനാശം. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. ബ്രിഗേഡിയർ ഡോക്ടർ മോഹൻപിള്ള, ഡോക്ടർ ഫസൽ ഗഫൂർ, ശ്രീ ഷാബു പ്രസാദ്, ഡോക്ടർ മോഹൻ വർഗീസ് എന്നിവർ ചർച്ചയിൽ. ആദ്യം ഞാൻ ശ്രീ മോഹൻപിള്ളയ്ക്ക് പോകുന്നു. ശ്രീ മോഹൻപിള്ള, ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത ഇസ്രായേലിലെ ബെയ്ത് ഷാമേഷിലേക്ക് ഇറാന്റെ അതിശക്തമായ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം എന്നുള്ളതാണ്. 8 മരണം ഇതിനോടകം തന്നെ ഇസ്രായേൽ സ്ഥിരീകരിക്കുന്നു. ഇസ്രായേൽ അങ്ങനെ പരസ്യമായി 8 മരണം സ്ഥിരീകരിച്ച് പറയണമെങ്കിൽ അതിലധികം മരണങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. ടെഹ്റാൻ ആകാശത്തേക്ക് ടെഹ്റാനിൽ വ്യാപകമായ 200 ഫൈറ്റർ ജെറ്റുകൾ, 500 കേന്ദ്രങ്ങൾ ഇസ്രായേൽ തന്നെ പറയുന്ന അവരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ, അമേരിക്കയും ഇസ്രായേലും പറയുന്ന അവരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വ്യോമാക്രമണം നടക്കുന്നു ടെഹ്റാനിൽ എന്നുള്ളതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും അടി തിരിച്ചടി, അതിന്റെ പരമാവധി രക്തരൂക്ഷതയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇതിന്റെ സ്വാഭാവിക പരിണിതി എവിടെ എത്തി നിൽക്കും എന്ന് കരുതണം ശ്രീ ബ്രിഗേഡിയർ? ഇവരുടെ സ്റ്റാർട്ട് ചെയ്തവർ തന്നെ ഫിനിഷ് ചെയ്യും എന്നുള്ളതാണ് നമുക്ക് ഈ സമയത്ത് പറയാൻ പറ്റുന്നത്. അതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ D+4 എന്നുള്ളൊരു ഡേറ്റാണ് ഇസ്രയേൽ ഡിസൈഡ് ചെയ്തത്. അതായത് D-Day മുതൽ 4 ദിവസം കൊണ്ട് ഒരു ലിമിറ്റഡ് ഒഫൻസീവ് ആക്ഷൻ എഗനിസ്റ്റ് ഇറാൻ എന്നുള്ള രീതിയിൽ അവർ പ്ലാൻ ചെയ്തു. അതനുസരിച്ചിട്ട് D-Dayയിൽ തന്നെ അവരുടെ ഫസ്റ്റ് ടാർഗറ്റ് അവർ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ D1 അല്ലെ D2 ആഫ്റ്റർ എഫക്റ്റ് സോർട്ട് ഔട്ട് ചെയ്യാനായിട്ട് ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു. ആ രീതിയിൽ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകുന്നു. ആ സമയത്താണ് ആ പ്ലാൻ എയിലുള്ള, അതായത് ടാർഗറ്റ് ഐഡൻറ്റിഫൈ ചെയ്തതിൽ ടോട്ടൽ ടാർഗറ്റ് അത് ആയിട്ടില്ല എന്നുള്ള ഒരു രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അതിനകത്ത് ഈ സ്വാഭാവികമായിട്ടും തിരിച്ചടി US അല്ലെങ്കിൽ ഇസ്രയേൽ പ്രതീക്ഷിച്ചിട്ടുണ്ട്. അതനുസരിച്ചിട്ട് ഇറാൻ നിയർ ബൈ എയർബേസിൽ അറ്റാക്ക് ചെയ്യും എന്നുള്ളത് അവർ പ്രതീക്ഷ. ഈ ഒരു ലെവലിൽ ഇത്രയും എക്സ്റ്റെൻഡ് ആയിട്ട് ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷ US-നും ഇസ്രയേലിനും ഇല്ലായിരുന്നു. കാരണം ഡിഫൻസ് ഹെഡ്, അതുപോലെ തന്നെ ട്രൂപ്സ് ഹെഡ്, റിലീജിയസ് ഹെഡ്, കൺട്രീസ് ഹെഡ് എല്ലാവരെയും 1 by 1 ആയിട്ട് അസാസിനേഷനിലൂടെ ഇല്ലായ്മ ചെയ്ത് കഴിയുമ്പോൾ ഒരിക്കലും ആ രാജ്യം ഉണർന്ന് പ്രവർത്തിക്കും എന്നൊരു ധാരണയില്ലായിരുന്നു US അല്ലെങ്കിൽ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ടാണ് അവർ ഇപ്പോൾ ഈ ഒരു ഷോർട്ട് ടേം പ്രോബ്ലം എന്ന് പറയുന്നത്. ഇതിൻ്റെ പരിണിത ഫലം ഞാൻ വിഷ്വലൈസ് ചെയ്യുന്നത്, കാരണം യൂണിലാറ്ററൽ സീസ് ഫയർ എന്നുള്ളത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ബിയോണ്ട് ഇമാജിനേഷനാണ്. അവർക്ക് ഉദ്ദേശിക്കാൻ പോലും പറ്റില്ല. അത് ഇറ്റ് ഈസ് ലൈക്ക് സൂയിസൈഡ് അറ്റംപ്റ്റിന് തുല്യമായിരിക്കും, അതായത് യൂണിലാറ്ററൽ സീസ് ഫയർ എന്ന് പറയുന്നത്. അതുപോലെ ഇസ്രയേൽ US-ന് അത് സീസ് ഫയർ യൂണിലാറ്ററലായിട്ടാക്കാം. കാരണം
അവരെ സംബന്ധിച്ചിടത്തോളം മാന്യമായ ഒരു എക്സിറ്റ്, ഞങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത ടാർഗറ്റ് ഞങ്ങൾ അക്കംപ്ലിഷ് ചെയ്തു എന്ന് പറഞ്ഞ് മാന്യമായ ഒരു എക്സിറ്റ് അവർക്ക് എടുക്കാവുന്നതാണ്. അങ്ങനെ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ മാത്രം അറ്റ് ദി ഏർലിയസ്റ്റ് എടുക്കുകയാണെങ്കിൽ അവരെ കുറ്റം പറയാനും പറ്റില്ല. അവർക്ക് മാന്യമായ രീതിയിൽ അവർ എയിം ചെയ്തത് എന്താണോ എയിം അച്ചീവ് ചെയ്തതിന് ശേഷം യൂണിലാറ്ററലായിട്ട് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ നേരെ മറിച്ച് ഇറാന് ഫർദർ അറ്റാക്കിനുള്ള ഓപ്പർച്യൂണിറ്റി കുറയുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ രഹസ്യമായി പറയുന്നതല്ല. ഇപ്പൊ ആരെങ്കിലും ശ്രീ മോഹൻപിള്ള ഇപ്പൊ ആരും ഈ ന്യൂക്ലിയർ ചർച്ചയെ പറ്റിയോ ന്യൂക്ലിയർ സമ്പുഷ്ടീകരണത്തെ പറ്റിയോ ഒന്നും പറയുന്നില്ല. ആത്യന്തിക ലക്ഷ്യമായി തുറന്നു പറയുന്നത് അത് അമേരിക്ക ആവട്ടെ ഇസ്രായേൽ ആവട്ടെ തുറന്നു പറയുന്നത് അവിടുത്തെ ഭരണകൂടത്തെ മാറ്റുക ഞങ്ങളുടെ ലക്ഷ്യം, അതുവരെ യുദ്ധം പോകും എന്ന ഏറ്റവും ഒടുവിൽ നെതന്യാഹു പറയുന്നുണ്ട്. ട്രംപ് അത് ഇന്നലെയും പറഞ്ഞു, ഇന്ന് ട്രൂത്ത് സോഷ്യൽ ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഒരു കരയാക്രമണം സാധ്യമാകാതെ, കരയാക്രമണത്തിലൂടെ അല്ലാതെ ലോകത്തൊരിടത്തും അമേരിക്കയാണെങ്കിലും ആരാണെങ്കിലും ഒരു ഭരണമാറ്റം സാധ്യമാക്കിയിട്ടില്ല, കരയാക്രമണത്തിന് പോകുന്നില്ല എന്ന് അമേരിക്ക പറയുകയും ചെയ്യുന്നു. അതപ്പോൾ എങ്ങനെയാണ് ഇതെല്ലാം കൂടെ നടക്കുക ശ്രീ? കരയാക്രമണം US-നെ സംബന്ധിച്ചിടത്തോളം അവരൊരു കാരണവശാലും ചെയ്യില്ല. കാര്യം അവർക്ക് കൈപൊള്ളുന്ന ഒരു സ്ഥലത്തും അവർ അറ്റംപ്റ്റ് ചെയ്യില്ല. ഇറാനെ സംബന്ധിച്ചിടത്തോളം കരയാക്രമണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം പാസ്റ്റ് എക്സ്പീരിയൻസ്, കരയാക്രമണത്തിൽ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു രാജ്യമാണ് ഇറാൻ. അതുകൊണ്ടാണ് എയർ സുപ്പീരിയോറിറ്റി ഏറ്റവും കൂടുതലുള്ളത് ഒരുപക്ഷെ ഇസ്രയേൽ US ലീഡർഷിപ്പിലുള്ള ഫോഴ്സിനായിരിക്കാം. പക്ഷേ കരയാക്രമണത്തിൽ ഈവൻ ഇഫ് ഇറ്റ് ഇസ് ഇൻ ടാങ്ക് ബാറ്റിൽ ഗ്രൗണ്ട് റിയാലിറ്റി വരുമ്പം ഇറാനെ ഓവർകം ചെയ്യാനായിട്ട് പറ്റില്ല. രണ്ടാമത് ഇത് ഒരു ക്ലോസ് നെയ്ബർ അല്ല, അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഈ ക്ലോസ് നെയ്ബർ ആണെങ്കിൽ മാത്രമേ ബാറ്റിലിൽ അവർക്ക് ലോങ് സ്റ്റാൻഡിങ്ങിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അതായത് ഇത് ദൂരെ നിന്ന് വന്ന ഒരു ഒക്കുപ്പേഷണൽ ഫോഴ്സായിട്ട് നിന്നുകൊണ്ട്, അല്ലെങ്കിൽ അവർ ചെയ്യേണ്ടത് നിയർ ബൈ ബേസ് ഒക്കുപ്പൈ ചെയ്യുക എന്നുള്ളതാണ്. അതും അവരെ സംബന്ധിച്ചിടത്തോളം അല്പം ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇപ്പം ട്രംപിനെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു പോസിബിൾ എക്സിറ്റ് എന്ന് പറയുന്നത്, പോസിബിൾ ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ രീതിയിൽ ഈ D4 ആണ് അവർ പറഞ്ഞത്. അപ്പോൾ ഒരു ദിവസം കൂടി മാക്സിമം ഫയർ പവർ ഇറാൻ്റെ മേൽ ഉപയോഗിക്കുകയും മാക്സിമം കാഷ്വാലിറ്റീസ് ഇൻഫ്ലിക്റ്റ് ചെയ്യുകയാണ് അവരുടെ മുന്നിലുള്ള ഒരു വഴി. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ നിയർ ബൈ കുവൈറ്റ് ആണെങ്കിലും ഖത്തർ ആണെങ്കിലും അല്ലെങ്കിൽ ദുബായ് ഇങ്ങനെയുള്ള ചെറിയ രാജ്യങ്ങളിൽ അമേരിക്കൻ ബേസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് റിട്ടാലിയേഷൻ ചെയ്യില്ല ഒരു കാരണവശാലും. അവർ റിട്ടാലിയേഷൻ ചെയ്താൽ എഫക്ട്സ് യുദ്ധത്തിൻ്റെ മാനം മാറും. ആ ഒരു രീതിയിലോട്ട് പോകുവാൻ ആരും ഇഷ്ടപ്പെടത്തില്ല, ഈവൻ ട്രംപും ഇഷ്ടപ്പെടത്തില്ല. പക്ഷേ ഈ സിറ്റുവേഷനിൽ നിന്ന് മാറാനുള്ള ഏറ്റവും നല്ലൊരു വഴി എന്ന് പറയുന്നത് ഇതാണ്. അല്ല എന്നുണ്ടെങ്കിൽ ട്രംപ് ഒരു കണ്ടീഷൻസ് വെക്കുക, ഓക്കെ കം ഫോർ ദ സീസ് ഫയറിന് വേണ്ടി ഇറാനെ ഇൻസിസ്റ്റ് ചെയ്യുക, യു ഫേസ് ഐദർ സീസ് ഫയർ ഓർ അവർ ഫയർ പവർ, ഞങ്ങൾ മാക്സിമം ഫയർ പവർ യൂട്ടിലൈസ് ചെയ്ത് നിങ്ങളെ ടോട്ടലി ഇൻമൂലനം ചെയ്യുക എന്നുള്ള ഒരു സ്റ്റേജിലേക്ക് വരും. പക്ഷേ അത് പോസിബിലിറ്റി ഇല്ല. പക്ഷേ മാക്സിമം കാഷ്വാലിറ്റി ഇൻഫ്ലിക്റ്റ് ചെയ്യാൻ, മാക്സിമം ഫയർ പവർ ഇൻഫ്ലിക്റ്റ് ചെയ്ത് മൾട്ടി പ്രോങ് അറ്റാക്ക് അവരുടെ നേരെ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ടോട്ടലി ഇവരെ എൻഗേജ് ചെയ്യുക, ഇറാനെ എൻഗേജ് ചെയ്യുക, അവരുടെ അറ്റൻഷൻ വേറെ ഒരു റൂട്ടിലോട്ട് ഡൈവേർട്ട് ആവാതെ ഇവരെ ടോട്ടലി എൻഗേജ് ചെയ്യുക. എല്ലാ ഡയറക്ഷനിൽ നിന്നും ഇസ്രായേൽ അറ്റാക്ക് എല്ലാ ആംഗിളിൽ നിന്നും വന്നു കഴിഞ്ഞ് സപ്രസ് ചെയ്തുകൊണ്ട് തന്നെ ഇപ്പോഴും ആ വേ ഔട്ട് എങ്ങനെയാണ് എന്ന കാര്യം ആർക്കും അറിയില്ല. ഇത് 12 ഡേ വാർഡ് പോലെ നമ്മൾ ആദ്യം കണ്ടതുപോലെ ടോക്കൺ അറ്റാക്കുകളല്ല അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ഒരു ആ സമയത്ത് കേട്ടിരുന്ന പോലെ മാച്ച് ഫിക്സിംഗ് അറ്റാക്കുകളല്ല. ഇത് സീരിയസ് ആണ്. അമേരിക്കയുടെ GCC മേഖലയിലുള്ള ഒട്ടുമിക്ക എല്ലാ എയർബേസിലേക്കും ഇറാൻ അതിശക്തമായ ആക്രമണങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. അപ്പോൾ എങ്ങനെയാണ് സമാധാനം സാധ്യമാവുക എന്നത് ലോകത്തിൽ ഇപ്പോഴും അറിയില്ല. നമുക്കറിയാം ഐക്യരാഷ്ട്രസഭ എന്ന് പറഞ്ഞാൽ കഴിവുകെട്ടൊരു സംവിധാനമാണ്, അതിന് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ ഇപ്പോൾ സാധ്യവുമല്ല. ശ്രീ ഫസൽ ഗഫൂറിലേക്ക് വരുന്ന മുമ്പ് അല്പസമയം മുമ്പ് ഇസ്രായേലിന്റെ വിദേശകാര്യ വക്താവ് മാധ്യമങ്ങളോട് സംസാരിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. We are aiming at military targets, but the Iranian regime is targeting our civilians, our children, our women, our elderly. But this is not only happening here in Israel. The Iranian regime is attacking the entire region. 8 countries, I repeat, 8 countries in the region were attacked by ballistic missiles of Iran. Not only Israel, Arab countries are targeted by Iranian regime missiles. And we say it very clear. We don't have any fight, any quarrel with the Iranian people.
the only objective, the only quarrel is the Iranian regime murderous attacks. This is what it's all about. ശ്രീ ഫസൽ ഗഫൂർ, ഇവിടെ ഞങ്ങളുടെ കുട്ടികളെ കൊല്ലുന്നു, ഞങ്ങളുടെ പ്രായമുള്ളവരെ കൊല്ലുന്നു, ജനവാസ മേഖലയിലേക്ക് ഇറാൻ അറ്റാക്ക് നടത്തുന്നു എന്ന്. ഒന്നാമത്തെ കാര്യം, ഇസ്രായേൽ ഇക്കാലം അത്രയും ഇറാൻ അറ്റാക്ക് നടന്നു എന്ന് എവിടെയും സ്ഥിരീകരിച്ചു പോലും കണ്ടിട്ടില്ല. ഇതാദ്യമായാണ് അത്തരത്തിൽ നിർത്തണം എന്ന മട്ടിൽ ഒരു ഇസ്രായേലിൻ്റെ വിദേശകാര്യ വക്താവെങ്കിലും സംസാരിച്ച് കേൾക്കുന്നത്. അതിനുശേഷം മാധ്യമങ്ങൾ ചോദിച്ചു, അപ്പോൾ അവിടെ ഒരു പ്രൈമറി സ്കൂളിൽ ബോംബിട്ട് 124 കുഞ്ഞുങ്ങളെ കൊന്നതോ എന്ന് ചോദിച്ചപ്പോഴേക്കും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോവാണ്. എത്ര കുഞ്ഞുങ്ങളെ കൊന്നിരിക്കുന്നു, എത്ര പാവങ്ങളെ കൊന്നിരിക്കുന്നു, അങ്ങോട്ടേക്ക് അവരുടെ ജനവാസ മേഖലയിലേക്ക് മാത്രം പോകുമ്പോൾ മാത്രം പൊള്ളുന്ന ഒരു പ്രത്യേകതരം മാനുഷികത ഇസ്രായേലുണ്ട്. അതല്ലല്ലോ, അങ്ങനെ തന്നെയാണല്ലോ. ശ്രീ ഫസൽ ഗഫൂർ, അല്പസമയം മുമ്പ് അലി ലാരിജാനി പറയുന്നത് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ആയത്തുള്ള അലി ഖമനയുടെ പിൻഗാമി എന്ന് ആയേക്കുമെന്ന് കരുതിയിരുന്ന അല്ലെന്ന് ഇപ്പോൾ കേൾക്കുന്നു. അദ്ദേഹം പറയുന്നത്, to the countries of the region, we are not seeking to attack you, but when the bases located in your country was used against us and when the US carries out operation in the region relying on these forces, then we will target those bases എന്ന് പിന്നെയും പറയുകയാണ്. എന്ന് പറഞ്ഞാൽ അല്പസമയം മുമ്പ് പറഞ്ഞതാണ്. അതായത് ഈ പശ്ചിമേഷ്യയിൽ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ടവർ, നമ്മുടെയൊക്കെ ഒരുപാട് ബന്ധുക്കൾ, ഒരുപാട് മലയാളികൾ നിൽക്കുന്ന ആ മേഖലയിലുള്ള എയർബേസുകളിലേക്ക് ഇറാൻ ഇനിയും ആക്രമണം തുടരും എന്നുള്ളതാണ്. ഏറ്റവും ചുരുങ്ങിയ പക്ഷം അതെങ്കിലും എപ്പോൾ നിൽക്കും എന്ന് നമുക്ക് പറയാൻ സമയമായോ ശ്രീ ഫസൽ ഗഫൂർ? ഇതിൽ വലിയൊരു പ്രശ്നമുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം 2 പ്രശ്നം. ഒന്ന്, അപ്പുറത്തും ഇപ്പുറത്തും കിടക്കുന്ന സുഹൃത്തുക്കളാണ്. ഒരു ഭാഗത്ത് ഇപ്പോൾ പുതിയ സുഹൃത്തുക്കളായിട്ടുള്ള ഇസ്രായേൽ, ഇസ്രായേലും USA, നമ്മുടെ പഴയ സുഹൃത്തുക്കളായിട്ടുള്ള ഇറാനും ആണ് ഒരു ഭാഗത്ത് നിൽക്കുന്നത്. മാത്രമല്ല ഇപ്പുറത്തെ ഭാഗത്ത് നമ്മുടെ ഒറിജിനൽ സുഹൃത്തുക്കൾ എന്ന് ഞാൻ പറയുന്ന ഈ നമ്മളെല്ലാം ജോലി എടുത്തൊരു 30-40 ലക്ഷം ഇന്ത്യക്കാരിരിക്കുന്ന ഗൾഫിലെ രാജ്യങ്ങളും. പക്ഷേ അതിലൊരു വലിയൊരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം എന്ന് ഞാൻ പറഞ്ഞുതരാം. അവർ ആദ്യം പറഞ്ഞ പച്ച നുണയാണ് പറഞ്ഞത്. അതായത് സ്കൂളുകൾ അറ്റാക്ക് ചെയ്തു എന്ന് പറയുമ്പോൾ അവർ സ്വന്തം സ്കൂളുകൾ അറ്റാക്ക് ചെയ്യും. 70,000-ഓളം ജനങ്ങളെ, ഗസയിൽ കുഞ്ഞുങ്ങളടക്കം, അതിലൊരു 30% കുഞ്ഞുങ്ങളടക്കം ബോംബിട്ട് കൊല്ലുകയും ചെയ്തിട്ട് പിന്നെ പറയണം ഞങ്ങൾ കുഞ്ഞുങ്ങളെ കൊല്ലൂല എന്ന് പറഞ്ഞത് ശരിയല്ല. എന്നാൽ കൂടി ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇതിൽ നേരത്തെ പറഞ്ഞിടത്തേക്ക് തന്നെയാണ് ഞാൻ വരുന്നത്. അതായത് ഈ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് നടത്താനേ ഇവിടെ പറ്റുള്ളൂ. എന്താ കാരണം, ഒരു പ്രൊട്രാക്റ്റഡ് വാർ എവിടെയൊക്കെ ഇവർ നടത്തിയിട്ടുണ്ടോ അവിടെയൊക്കെ ഇവർക്ക് ഭയങ്കരമായിട്ട് നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണം ഞാൻ പറയാം, ഇറാൻ അത്ര മോശക്കാരല്ല. കാരണം ഇറാഖ് യുദ്ധം തന്നെ 10 കൊല്ലം നിന്നു. അതിൽ നമ്മൾ വായിച്ചതാണ്, എനിക്കറിഞ്ഞൂടാ. ഇറാഖ് കെമിക്കൽ വാർഫെയർ ഉപയോഗിച്ചു എന്നാണ് അമേരിക്ക എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനെ അവർ അതിജീവിച്ച ഒരു രാഷ്ട്രമാണ്. ഇപ്പം അവർ നേരത്തെ നടന്നിട്ടുള്ള, ഇതിന് മുമ്പ് നടന്നിട്ട് 12 ദിവസത്തെ യുദ്ധത്തെ അവർ അതിജീവിച്ചു. ഇപ്പം പിന്നെ ആ ബേസുകൾ അറ്റാക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു ഇത് പറഞ്ഞുതരാം. ബഹ്റൈനിലാണല്ലോ 5ാം നാവികപ്പട കിടക്കുന്നത്. ആ 5ാം നാവികപ്പടയുടെ കോർത്തുകൊണ്ടാണ് വിമാനവാഹിനികളായിട്ടുള്ള കാൾ വിൻസൺ, മറ്റേ നമ്മുടെ അബ്രഹാം ലിങ്കൺ, ജെറാൾഡ് ഫോർഡ് തുടങ്ങിയ ഈ വിമാനവാഹിനികൾക്ക് മാത്രം 300-ഓളം F-15 ലെവലിലുള്ള 5th ജനറേഷൻ ഫൈറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അവിടെയാണ് ഇതിൻ്റെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഷിപ്പ് മെയിൻ്റനൻസും അതുമാതിരി തന്നെ ഇത് റീഫ്യൂവലിങ് കാര്യങ്ങളൊക്കെ നടക്കുന്ന അവിടെയാണ്. അപ്പോൾ അവർ അത് നടത്തിക്കൊണ്ടിരിക്കുകയും പിന്നെ പറയണം ഞങ്ങളതിൽ ഇൻവോൾവ് അല്ല എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇവരത് സമ്മതിക്കുമല്ലോ. ഞാൻ പറയുന്നത് നമ്മൾ സംസാരിക്കുന്നത് ഓൺലി റിഗാർഡിങ് വാർ. ഇതിൽ യാതൊരു തരത്തിലുള്ള മതത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ വരുന്നില്ല. കാരണം അപ്പുറത്തും ഇപ്പുറത്തും ഒരേ കൂട്ടരാണ്. അപ്പോൾ ആ നിലക്ക് ഇവർക്ക് ദേ ഹാവ് ഓൾസോ എ റൈറ്റ്. അവരവർ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പീപ്പിൾ ഹു ആർ റീഎൻഫോഴ്സിങ് ദെയർ ആർമി, അതിന് അറ്റാക്ക് ചെയ്യാൻ ഇവർക്ക് റൈറ്റ് ഉണ്ട്. പക്ഷെ അങ്ങനെ അറ്റാക്ക് ചെയ്യുമ്പോൾ സിവിലിയൻ, ഇപ്പോൾ ഇത് ചെയ്തിരിക്കുന്ന മിസ്റ്റേക്ക് ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോൾ എൻ്റെ മകൻ അവിടെ ദുബായിലുണ്ട്. ഞാൻ എൻ്റെ മകനോട് ചോദിച്ചു എവിടെയൊക്കെ ഇവർ ബോംബിട്ടെന്ന്. ഇവരെവിടെ ബോംബിട്ടിരിക്കുന്നത്? ഇവർ പാമിൽ ബോംബിട്ടിരിക്കുന്നു. അവിടുത്തെ ഹോട്ടലിന് നമ്മുടെ ബുർജ് ഖലീഫിനെ ബോംബിട്ടിരിക്കുന്നു. ബോംബ് അല്ലെങ്കിൽ നമ്മുടെ ഡ്രോണോ ഉപയോഗിച്ചിരിക്കുന്നു. ഇവർ അൽ നഹദ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. എയർപോർട്ടിലാണ് ഇവരിത് ഉപയോഗിച്ചിരിക്കുന്നത്. അതെങ്ങനെ നമുക്ക് ന്യായീകരിക്കാൻ പറ്റും? ഇവർ മിലിറ്ററി ബേസിനെ ഉപയോഗിച്ചു എന്ന് പറയുന്നത് ഓക്കെയാണ്. വേണമെങ്കിൽ നമുക്കൊരു ന്യായം പറയാം, അങ്ങോട്ടേക്കാണ് തൊടുത്തു വിട്ടത്. അത് പക്ഷേ അതിനെ ഇൻ്റർസെപ്റ്റ് ചെയ്തപ്പോൾ അതിൻ്റെ ഡെബ്രി പോയിട്ട് അതിൻ്റെ അവശിഷ്ടങ്ങൾ പോയിട്ട് വീണാണെന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ ബേസിക്കലി ഈ ബേസുകൾ ഉള്ളിടത്ത് മനസ്സിലായി, ആ ബേസുകളിൽ നിന്നാണല്ലോ. ഞാൻ വേറൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഈ F-35 ആണ്. ഇപ്പോൾ ഇവർ യുദ്ധം നടത്തുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഇവർ മിസൈലുകളെക്കാട്ടും കൂടുതലായിട്ട് ഇവർ പറഞ്ഞാൽ ഇവർ ഏറ്റവും വലിയ ഒരു വ്യൂഹം, അതായത് F-35 വിമാനങ്ങൾ അയക്കാൻ പോകണം. അതിൻ്റെ വലിയൊരു സ്ക്വാഡ്രണലായിട്ട് അയക്കാൻ പോകണമെന്ന്. അതിൻ്റെ റീഫ്യൂലിംഗ് എവിടെ നടക്കുന്നത്? വിമാനങ്ങൾ എവിടെയാണ് ആ വിമാനങ്ങൾ ഇപ്പോൾ താവളം അടിച്ചിരിക്കുന്നത്?
ഇവരുടെ വിമാനവാഹിനി കപ്പലുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത് വളരെ ദൂരത്ത് നിൽക്കണം. എന്തിനാണെന്നറിയോ? അവിടെ മിസൈൽ ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. മോഹൻ പിള്ളക്ക് അറിയാമല്ലോ, അതായത് 2000-3000 കിലോമീറ്റർ അപ്പുറത്ത് മെഡിറ്ററേനിയനിലാണ് ഈ എയർക്രാഫ്റ്റ് കാരിയറുകൾ നിൽക്കുന്നത്. അപ്പോൾ ഈ പ്ലെയിനുകൾ എവിടെ നിന്ന് വരുന്നു? അപ്പോൾ പ്ലെയിനുകൾ വരുന്ന സ്ഥലത്തെ ന്യായമായിട്ടും ഇറാൻ അറ്റാക്ക് ചെയ്യും. നമുക്ക് അതിൽ വലിയ ദുഃഖമുണ്ട്. ഞാൻ പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം എൻ്റെ മനടക്കമുള്ള ആൾക്കാർ അവിടെ ഉണ്ടെന്ന്. പക്ഷെ പറഞ്ഞ യുദ്ധമാണെന്ന് വി ആർ അനലൈസിങ് ദ ബാറ്റിൽ ടാക്ടിക്സ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ രാജ്യത്തെ കീഴടക്കാനായിട്ട് ശ്രീ മോഹൻപിള്ള പറഞ്ഞ മാതിരി തന്നെ അവിടെ നിങ്ങൾക്ക് ഒരു ഗ്രൗണ്ട് ഓപ്പറേഷൻസ് ഇൻവേഷൻ നടത്തേണ്ടി വരും. എവിടെയൊക്കെ അമേരിക്ക ഇൻവേഷൻ നടത്തിയിട്ടുണ്ടോ, അമേരിക്ക തോറ്റ് തുന്നമ്പാടി. അഫ്ഗാനിസ്ഥാനിൽ അവർ ഇൻവേഷൻ നടത്തി, അധിനിവേശം നടത്തി. അതെന്ത് പറ്റി? അവസാനം അവിടെ ഉണ്ടായിരുന്ന ടാങ്കും മറ്റുള്ള മറ്റേ ആർമി പെട്രോൾ ജീപ്പുകളും കാര്യങ്ങളും ഒക്കെ അവർ താലിബാനെ ഏൽപ്പിച്ചിട്ട് ഇപ്പോൾ താലിബാൻ്റെ ആയുധങ്ങൾ ഏതാണെന്ന് വെച്ചാൽ അമേരിക്കൻ ആയുധങ്ങളാണ് അവരുടെ കയ്യിലുള്ളത്. അതെല്ലാം ഇവർ കെട്ടിപ്പറിക്കുക. അവർ ഇപ്പോഴത്തെ ഒരു പരേഡ് നടത്തിയിരുന്നത്, അവരുടെ നാഷണൽ പരേഡ്. അതിൽ മുഴുവനും US മിലിറ്ററി എക്യുപ്മെൻ്റാണ് അവരുടെ കയ്യിലുണ്ടായിരുന്നത്. ഇതിന് മുമ്പ് തന്നെ നമുക്കറിയാം ഇറാഖിൽ ഇവർ പോയി. ഇറാഖിൽ പോയിട്ട് എന്തുണ്ടായി? അവിടെ സദ്ദാം ഹുസൈൻ അവരെ കൊന്നു. ഇറാഖിന് വല്ല സമാധാനം ഉണ്ടായോ? ഇറാഖ് ഇപ്പോൾ പഴയ മാറ്റാൻ നടക്കണം. അവിടെ വലിയ സിവിൽ വാർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വെറുതെ അനാവശ്യമായിട്ട് എല്ലാ കാര്യങ്ങളിലും പോയി ഇടപെട്ടിട്ട് അല്ല, ഈ ജനാധിപത്യം സ്ഥാപിക്കുക എന്നൊക്കെ പറയുന്നത് വെറുതെ പറയുന്നതല്ലേ ഫസൽ ഗഫൂർ? അതൊക്കെ നമുക്ക് മുഖവിലേക്ക് എടുക്കാൻ പറ്റും. ഇപ്പോൾ ജനാധിപത്യം സ്ഥാപിക്കാനാണെങ്കിൽ ഒരു പ്രൈമറി സ്കൂളിൽ ബോംബിട്ട് 140 കുഞ്ഞുങ്ങളെ കൊന്നിട്ടാണോ ജനാധിപത്യം സ്ഥാപിക്കുക? അതൊക്കെ വെറുതെ വെറുതെ പറയുന്നതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ നെതന്യാഹു ഇത് ഈ യുദ്ധം ഇറാനിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ്, ഇറാനിലെ ജനങ്ങളെ നിങ്ങൾ തെരുവിലിറങ്ങൂ എന്നൊക്കെ പറയുന്നത് അങ്ങനെയല്ല. ആത്യന്തികമായ ലക്ഷ്യം അവിടുത്തെ റെജീം, ഞാൻ അങ്ങനെയൊക്കെ എത്താം, റെജീം ചേഞ്ച് ആണ്. അത് സാധ്യമാകും എന്നുള്ളതാണ് ഈ മറുപടിയുടെ ചോദ്യം. അതോ അത് സാധ്യമാകുന്നത് വരെ യുദ്ധം തുടരാനാണെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന കാഷ്വാലിറ്റി എത്രത്തോളമാണെന്ന് അറിയില്ല. പ്രേക്ഷകർ കാണുന്നത് അവിടുത്തെ ഇൻകുലാബ് സ്ക്വയർ, അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചത്തരമാണ്. ഇൻകുലാബ് സ്ക്വയറിൽ ആയത്തുള്ള അലി ഖമനയുടെ കൊലപാതകത്തിനെ പ്രതിഷേധിച്ചുകൊണ്ട് വിലപിച്ചുകൊണ്ട് ഇറങ്ങിയ ലക്ഷക്കണക്കിന് ആളുകളുടെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കമന്റ് ബോക്സിൽ ഖത്തറിൽ 30 മിനിറ്റ് മുമ്പ് 2 ചെറുതുണ്ടായി എന്ന് ശ്രീജ പറയുന്നുണ്ട്. ഡിഫൻഡിങ് നടക്കുന്നു ബഹ്റൈനിൽ, ചെറിയ ശബ്ദങ്ങൾ കേൾക്കുന്നു എന്ന് ഗൗരി പറയുന്നുണ്ട്. അങ്ങനെ എനിക്കൊന്ന് ഗൾഫ് മേഖലയിൽ അങ്ങനെ കഴിഞ്ഞ കുറേ അധികം സമയമായി കാര്യമായ പ്രശ്നങ്ങളില്ലാന്ന് തോന്നുന്നു. അങ്ങനെ കാര്യമായ പ്രശ്നങ്ങളില്ലാതെ പോകട്ടെ. ഈ രാത്രി ഇന്നലത്തെ രാത്രി എന്ന മട്ടിൽ ഈ രാത്രി നിർണായകമാണ്. എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണം കേൾക്കുന്ന പ്രേക്ഷകർ. ഇത് പക്ഷേ സത്യമായ കാര്യങ്ങൾ മാത്രം പറയുക, നമ്മളത് മുഖവിലേക്ക് എടുക്കുന്നത് കൊണ്ടാണ്. ഷാവു പ്രസാദ്, ഇവിടെ നമുക്ക് അന്നം തരുന്ന രാഷ്ട്രങ്ങൾ ഒരുപാടുണ്ട്. ഈ പറയുന്ന മേഖല മുഴുവൻ അന്നം തരുന്ന രാഷ്ട്രങ്ങളാണ്. ഏകദേശം 1 കോടിയോളം ഇന്ത്യക്കാർ പല രാജ്യങ്ങളിലായി എല്ലായിടത്തുമുണ്ട്. നമുക്കവരോട് കടപ്പാടുണ്ട്. ആ മേഖലയിൽ ശരി, ഇപ്പോൾ അമേരിക്കയുടെ എയർബേസ് ആണെന്ന് പറയുമ്പോൾ പോലും അവിടെ അസമാധാനവും അസ്വസ്ഥതയും ഇല്ല എന്നാര് പറഞ്ഞാലും അങ്ങനെയല്ല. അസ്വസ്ഥതയുണ്ട്, അസമാധാനമുണ്ട്. ഏത് രീതിയിൽ ഈ യുദ്ധത്തിൻ്റെ ഒരു വേ ഔട്ട് എന്നാണ് പ്രതീക്ഷിക്കേണ്ടത് സമാധാന പ്രേമികൾ? സുഷാവ് പ്രസാദ്. ഇപ്പം ഇവിടെ മോഹൻപിള്ള സാർ പറഞ്ഞ പോലെ ഒരു കാര്യമുണ്ട്. നമുക്ക് ഇതുവരെയുള്ള ഒരു അനുഭവം വെച്ച് ചരിത്രത്തിൽ ഈ സാമ്പ്രദായിക യുദ്ധങ്ങളിൽ കരയുദ്ധമാണ് ഒരു ഡിസൈഡിങ് ഫാക്ടർ ആവുന്നത്. അവസാനം യുദ്ധം ജയിക്കുന്നത് ആർമി തന്നെയാണ്. ഇറാഖിലും എല്ലാം അങ്ങനെ തന്നെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഈ പറഞ്ഞ പോലെ അദ്ദേഹം പറഞ്ഞതിനോട് ഞാൻ യോജിക്കുകയാണ്. ഇപ്പോൾ അമേരിക്ക അവിടെ ഒരു കരയുദ്ധത്തിന് സാധ്യതയില്ല. കാര്യം ഒരു കരയുദ്ധം നടത്തണമെന്നുണ്ടെങ്കിൽ ഒരു വൻ ട്രൂപ്പിനെ അവിടെ അമേരിക്കയുടെ മെയിൻലാൻഡിൽ നിന്ന് അവിടെ എത്തിക്കണം. അതിനൊക്കെ ഒരുപാട് മാസങ്ങളും 6-7 മാസം, നമുക്കറിയാം ഗൾഫ് യുദ്ധമൊക്കെ എത്ര മാസത്തെ തയ്യാറെടുപ്പിന് ശേഷമാണ് തുടങ്ങിയത് എന്നുള്ള കാര്യം. പക്ഷേ അതുകൊണ്ട് തന്നെ അവിടെ ഒരു കരയുദ്ധത്തിന് അവിടെ പോയി ചാടാൻ എന്തായാലും അവർ തയ്യാറാകും എന്ന് തോന്നുന്നില്ല. പക്ഷേ ഇവരുടെ ഒരു തന്ത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ ഒരു സ്ട്രാറ്റജി ഇവിടെ ഈ വളരെ അതിശക്തമായ വ്യോമാക്രമണത്തിൽ കൂടെ ഇവിടെ ഇവരുടെ ഇപ്പോൾ ബാക്കിയുള്ള മുഴുവനും ഇൻഫ്രാസ്ട്രക്ചറും പ്രത്യേകിച്ച് മിലിറ്ററി ഇൻഫ്രാസ്ട്രക്ചറും മുഴുവനും തകർത്ത് ആ പരിപൂർണ ദുർബലമായി നിൽക്കുന്ന ആ ഒരവസ്ഥയിൽ അവിടുത്തെ പൊതുജനം തന്നെ നമുക്ക് കണ്ടാണ്. ഒരു 2-3 ആഴ്ച മുമ്പ്, ഒരു കഷ്ടിച്ചൊരു മാസമായി കാണും, അവിടെ ജനങ്ങൾ പൊറുതിമുട്ടി തെരുവിലിറങ്ങി, ഭരണകൂടത്തിനെതിരെ തെരുവിലിറങ്ങി. അവസാനം എത്ര ഭീകരമായിട്ടാണ് ഭരണകൂടം അതിനെ അടിച്ചമർത്തിയതെന്ന് നമ്മൾ കാണുകയും ചെയ്തു. അങ്ങനെ ആ പൊതുജനം തന്നെ അവിടെ രാജ്യത്തൊരു ആഭ്യന്തര കലാപമുണ്ടായി ഈ ഭരണകൂടത്തിനെ തൂത്തെറിയുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള ഒരു റെജീം ചേഞ്ച് ആയിരിക്കും ഇവർ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഇപ്പോൾ സദാം ഹുസൈൻ്റെ കാര്യം പറഞ്ഞ പോലെ അവിടെ ചെന്ന് ഈ മിലിറ്ററി അങ്ങോട്ട് ആർമി അവിടേക്ക് ഇങ്ങോട്ട് ചെന്ന് ടെഹ്റാൻ പിടിച്ചടക്കി എല്ലാവരെയും തടവിലാക്കി പിന്നീട് അവിടെ ഒരു ഭാവഭരണകൂടം സ്ഥാപിക്കുന്ന ആ രീതി ആവാനല്ല ഇതാണെന്ന് തോന്നുന്നു അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും അവർ പ്ലാൻ ചെയ്തിരിക്കുന്ന സ്ട്രാറ്റജി അത് തന്നെയാണ് കാണുന്നത്. ഇപ്പം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം
ഇപ്പോൾ അവരുടെ ഒരു കാര്യമുണ്ട്, അതിന് സാധ്യതയുണ്ട്. നോക്കൂ, ഇപ്പോൾ അവർ ശരിയാണ് ആക്രമണം നടത്തുന്നുണ്ട്. അതായത് ഈ നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്തവനൊരു കരുത്തുണ്ടല്ലോ, ആ ഒരു കരുത്താണ് ഇപ്പോൾ ഇറാൻ കാണിക്കുന്നത്. കയ്യിലുള്ള എല്ലായിടത്തും 4 പാട് വയ്ക്കുകയാണ്. അവരുടെ സൈനിക നേതൃത്വം പൂർണ്ണമായും തുടച്ചു നീക്കപ്പെട്ടു, അവരുടെ പരമോന്നത നേതാവ് വധിക്കപ്പെട്ടു, അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ തകർന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനിൽ ഈ ഏതൊരു ഫോഴ്സിൻ്റെയും മൊറൈൽ എന്ന് പറയുന്ന സാധനം കുറയും, നഷ്ടപ്പെടും. അത് അങ്ങനെ മൊറൈൽ പോയ ഒരു ഫോഴ്സിനെ കൊണ്ട് ഒരു രാജ്യത്തിനെ സംരക്ഷിക്കാനാവില്ല. ഒരു ആർമിയുടെ, ഒരു സെക്യൂരിറ്റി ഫോഴ്സിന്, സുരക്ഷാ സേനയുടെ ഏറ്റവും വലിയ ആയുധം ടാങ്കും റോക്കറ്റും പീരങ്കിയൊന്നും അല്ല, അവരുടെ ആത്മവീര്യമാണ്, മൊറൈലാണ്. ആ മൊറൈൽ നഷ്ടപ്പെട്ട ഒരു സുരക്ഷാ സേനയ്ക്ക് അധികകാലം പിടിച്ചു നിൽക്കാൻ പിടിച്ച് ജനരോഷത്തിൻ്റെ മുമ്പിലും കൂടെ വരുമ്പോൾ പിടിച്ചു നിൽക്കാനാവില്ല. അതാണെന്ന് തോന്നുന്നു ഇവരിപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. അതാണ് ആ അവസ്ഥയിലേക്കാണ് ഇറാനിലെ കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും ഇന്നലെയും ഇന്നും ബെഞ്ചമിൻ നെതന്യാഹു സംസാരിക്കുന്നത് ഇസ്രായേലി ആൾക്കാർക്ക് വേണ്ടിയല്ല, ഇറാനോടാണ്. ഇറാനിൽ ഇതാണ് ദ ബെസ്റ്റ് സമയം, നിങ്ങൾ പുറത്തിറങ്ങി ആയത്തുള്ള അലി ഖമനി റജനെ മാറ്റാൻ ഞങ്ങളെ സഹായിക്കൂ എന്ന് ആവർത്തിച്ച് ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ ആ പ്ലാൻ പ്രകാരമായിരിക്കണം. അത് പക്ഷേ സാധ്യമാകുമോ എന്നറിയില്ല. കാര്യം ഈ പറഞ്ഞ ഫോക്സ് ന്യൂസ് പോലെയുള്ള ചില മാധ്യമങ്ങൾ ആയത്തുള്ള അലി ഖമനിയുടെ മരണത്തിൽ ആഹ്ലാദം പ്രകടിപ്പിക്കുന്ന വളരെ ചുരുക്കം ചില ആളുകളുടെ ദൃശ്യമാണ് പുറത്തേക്ക് വിട്ടതെങ്കിൽ ഇന്ന് ഇറാൻ അവിടുത്തെ സിൻജാൻ പ്രവിശ്യയിൽ നേരത്തെ കണ്ട ഫ്രീഡം സ്ക്വയറിൽ ഇറാന്റെ തെരുവുകൾ ഉടനീളം ആയത്തുള്ള അലി ഖമനിയുടെ മരണത്തിൽ പ്രതിഷേധിക്കുന്ന, വിലപിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യർ പ്രതികാരം ചെയ്യൂ എന്ന ആഹ്വാനത്തിൽ തെരുവിലിറങ്ങുന്ന കാഴ്ചയാണ്. അതുകൊണ്ട് എത്രത്തോളം അവിടുത്തെ ആൾക്കാരെ കൊണ്ട് അവിടുത്തെ റെജീമിനെ അട്ടിമറിക്കാൻ കഴിയും എന്ന ഇസ്രായേലിന്റെ സ്വപ്നം സാധ്യമാകുമെന്നറിയില്ല. ശ്രീ മോഹൻ വർഗീസ്, ഇവിടെ ഞാൻ നേരത്തെ കാണിച്ച ആ ഇറാനിയൻ ഞാനൊന്ന് കൂട്ടിച്ചേർത്തോട്ടെ, ഒരു മിനിറ്റ്. അതായത് ഇപ്പോൾ ഒരു കാര്യമുണ്ടായി, ഇപ്പോഴത്തെ എവിടുത്തെ ഈ ആൾക്കൂട്ടവും അവരുടെ പ്രതികരണവും നമ്മൾ കണക്കിൽ എടുക്കേണ്ടതില്ല. കാരണം ഈ ഭരണകൂടം വീണു അല്ലെങ്കിൽ വീഴും എന്നുറപ്പാകുന്ന ഒരു നിമിഷമുണ്ട്. ആ സമയത്തായിരിക്കും അവിടുത്തെ പൊതുജനങ്ങളുടെ യഥാർത്ഥ വികാരം പുറത്തു വരിക. പൊതുജനങ്ങളുടെ വികാരം നമ്മൾ മാസങ്ങൾക്ക് മുമ്പ് കണ്ടതാണ്. ഇല്ല ശ്രീ ഷാവ്പ്രസാദ്, അവിടെ അതിശക്തമായ സമരങ്ങൾ നമ്മൾ കണ്ടിട്ട് ഏതാനും മാസങ്ങളായിട്ടുള്ളൂ. ആ സമരം ചെയ്തവർ അവിടെ തന്നെയുണ്ട്. അവിടെ അവരുടെ നേതാവ് വീണെങ്കിൽ ആ സമരം ചെയ്ത ആൾക്കൂട്ടത്തിന് ഇപ്പൊ തെരുവിലിറങ്ങാം. അതാ പറയുന്നത്, അടിച്ചമർത്തി. പക്ഷെ പ്രതിഷേധക്കാർ അവിടെ ഉണ്ടല്ലോ. ആയത്തുള്ള അലി ഖമനി വീണു എന്നറിയുമ്പോഴെങ്കിലും ആ പ്രതിഷേധക്കാർ രംഗത്തിറങ്ങാലോ. ആ പ്രതിഷേധം ഉണ്ടാവുന്നില്ലെന്ന് മാത്രമല്ല, ഖമനിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അതിൽ വിലപിച്ചുകൊണ്ടുള്ള ലക്ഷക്കണക്കിന് മനുഷ്യന്മാർ നിറയാണ് തെരുവുകളിൽ. അപ്പൊ ആ പ്ലാൻ വർക്കൗട്ട് ആകുമെന്നാണ് നമുക്കറിയില്ല. കാര്യം ഒരു രാഷ്ട്രത്തിന് നേരെ ആക്രമണം ഉണ്ടാകുമ്പോഴേക്കും, ഏത് രാജ്യത്തിനുണ്ടാകുമ്പോഴും ഈ ദേശസ്നേഹം എന്നൊരു സംഭവം ഉണ്ടാവുമല്ലോ, അത് കയറി അങ്ങ് പിടിക്കും ഷാവ്പ്രസാദ്. രാജ്യം വല്ലാത്ത രീതിയിൽ ഉയർക്കും, രാജ്യത്തിനകത്തുള്ള പ്രശ്നങ്ങളൊക്കെ മറക്കും. അങ്ങനെ ഒരു പ്രശ്നം എല്ലാ രാജ്യത്തിനുണ്ട്. ഇപ്പൊ നമ്മുടെ രാജ്യത്തിന് അറ്റാക്ക് ഉണ്ട്, നമ്മളല്ലോ നമ്മുടെ രാജ്യത്തിന് അറ്റാക്ക് ഉണ്ടാവുന്നു എന്ന് വിചാരിക്കാം. ഇവിടെ സകലമാന പ്രശ്നങ്ങളും പറഞ്ഞ് നമ്മൾ ഒരുമിച്ച് നിൽക്കില്ലേ? ഭരണകൂടം പൂർണ്ണമായി വീഴുന്നത് ഇറാഖിലെ വേറെ കേസാണ്. ഇറാഖിലെ വേറെ കേസാണ്. ഇറങ്ങി കെട്ടിപ്പിടിക്കുന്നതും ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇറാഖിലെ വേറെ കേസാണ്. ഇറാഖും ഇറാനുമായി താരതമ്യമില്ല. ഇറാഖും ഇറാനുമായി താരതമ്യം. നമുക്ക് അടുത്തതിലേക്ക് എത്താം. ശ്രീ മോഹൻ വർഗീസ്, ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ഇസ്രായേലിന്റെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ സ്പോക്സ് പേഴ്സൺ അക്ഷരാർത്ഥത്തിൽ ഒരു വിലാപസ്വരത്തിൽ സംസാരിക്കുകയാണ്. ഇതുവരെ ഇസ്രായേലിലെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ, ഏതെങ്കിലും ഒരു മന്ത്രി, ആരെങ്കിലും ഒരാൾ അത്തരത്തിൽ അദ്ദേഹം പറയുന്നത് ഇറാൻ നടന്ന വാർ ക്രൈം ആണെന്ന് പറയുകയാണ്. ആരാണ് പറയുന്നത്? ഇസ്രായേലാണ് പറയുന്നത് ഇറാൻ നടന്ന വാർ ക്രൈമാണ്. അങ്ങനെ പറയത്തക്ക രീതിയിലേക്ക് ഇറാൻ ആക്രമണം ഇസ്രായേൽ കടുപ്പിക്കുന്നുണ്ട്. അത് ജനവാസ മേഖലയിലുണ്ട്, ടെല്ലവീവിലുണ്ട്, ഹൈഫയിലുണ്ട്. ഏറ്റവും ഒടുവിൽ നടന്ന വ്യോമാക്രമണത്തിൽ ധാരാളം കാഷ്വാലിറ്റി അവിടെ ഉണ്ടാകുന്നുണ്ട്. അത് ഈ ആക്രമണം നിർത്തിവെക്കാൻ ഇപ്പോൾ തൽക്കാലം ആയത്തുള്ള അലി ഖമനിയെ കൊന്നു, ആദ്യ ലക്ഷ്യം സാക്ഷാത്കരിച്ചു എന്ന് കരുതി ആക്രമണത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ ഇസ്രായേലിനെയും പ്രേരിപ്പിക്കുന്നതാകുമോ ഇറാൻ ഇപ്പോൾ നടത്തുന്ന ശക്തമായ തിരിച്ചടി? ശ്രീ മോഹൻ വർഗീസ്. ശ്രീ ഹാഷ്മി, രണ്ടു ഭാഗത്തും എസ്കലേഷൻ ഉണ്ടാകുന്നു എന്നത് കൃത്യമാണ്. എസ്കലേറ്ററി മോഡിലേക്ക് തന്നെയാണ് പോകുന്നത്. കൂടുതൽ സോഫ്റ്റ് ടാർഗറ്റ്സ്, അപ്രതീക്ഷിതമായ ഇടങ്ങൾ ആക്രമണ വിധേയമാകുന്നുണ്ട്. ഇവിടെ രണ്ട് ടീമുകളും ഇറാൻ എന്ന സഖ്യം, ഇറാൻ്റെ സഖ്യം എന്ന് പറയാനാവില്ല, ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് ഇപ്പോൾ ആക്റ്റീവായി രംഗത്ത് വന്നിട്ടില്ല. ഹൗതീസ്, ഹമാസ് ആൻഡ് ഹിസ്ബുള്ളാസ്, അതാണല്ലോ ഇറാൻ്റെ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസിൻ്റെ കുന്തമുനകളായി പ്രവർത്തിക്കുന്നത്. അവരുടെ കാര്യമൊന്നും കാര്യമായി ഇപ്പോൾ കേൾക്കുന്നത്. ഇപ്പോൾ ഇറാൻ ഏതാണ്ട് ഒറ്റയ്ക്കാണ് ഒരു വശത്ത്. മറുവശത്ത് യുദ്ധം ചെയ്യുന്ന രണ്ട് രാജ്യങ്ങൾ, അമേരിക്ക ആൻഡ് ഇസ്രായേൽ ആസ് എ ടീം.
ഈ രണ്ട് ഭാഗവും ഏതാണ്ട് സമാനമായ രീതിയിൽ എസ്കലേറ്ററി ടാറ്റിക്സിലേക്ക് നീങ്ങിയ ഒരു കാഴ്ചയാണ് കഴിഞ്ഞ ഒരു 30 മണിക്കൂറിൽ പരം നീണ്ടു നിന്ന യുദ്ധത്തിൽ കാണുന്നത്. ഇപ്പം ലെവൽ 2, 3 മാറിക്കഴിഞ്ഞു. യഥാർത്ഥത്തിൽ നോക്കൂ, പക്ഷേ കോൺട്രാസ്റ്റിംഗ് ഡൈനമിക്സ് ആണ് ഇത് കാട്ടുന്നത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ശക്തിയായ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ തിരിച്ചടി ഉണ്ടാകും. അങ്ങനെ കൂടുതൽ രാജ്യങ്ങൾ രംഗത്തേക്ക് വരും. ഇറാൻ്റെ തിരിച്ചടി നോക്കൂ, എങ്ങോട്ടെല്ലാമാണ് വന്നത്? 6 GCC രാജ്യങ്ങളിലേക്ക്, അതിന് പുറത്തുള്ള ഈവൻ സൈപ്രസിലേക്ക് പോലും ആക്രമണം വ്യാപിച്ച ഘട്ടത്തിൽ ഈ രാജ്യങ്ങളെല്ലാം ആത്യന്തികമായി ഇറാനെ തള്ളിപ്പറയും എന്ന പ്രതീക്ഷയാണ് അമേരിക്കയ്ക്ക് ഒരു വശത്ത്. അത് എസ്കലേഷൻ്റെ അമേരിക്കൻ അല്ലെങ്കിൽ ഇസ്രായേലി നറേറ്റീവ്. മറുഭാഗത്തെ തികച്ചും വ്യത്യസ്തമായ ഒരു നറേറ്റീവ് ഇറാനുമുണ്ട്. പരമാവധി രാജ്യങ്ങളിലേക്ക് ഇറാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മേഖലാ യുദ്ധം എന്ന നിലയിൽ ശ്രീ ഹാഷ്മി, ഈ യുദ്ധം വ്യാപിക്കുമ്പോൾ ലീവിങ് നോ സ്റ്റോൺ അൺടേൺഡ്, എല്ലാ രാജ്യങ്ങളും തന്നെ ആരെയും വിടുന്നില്ല. ശത്രു ഏതെന്നോ മിത്രം ഏതെന്നോ പറയാതെ എല്ലാ രാജ്യങ്ങളിലേക്കും ആ മേഖലയാകെ യുദ്ധം പടർത്തുക വഴി ഒരു ഫിയർ സൈക്കോസിസ് വരികയാണ്. അവിടെ ഏറെ നഷ്ടപ്പെടാനുള്ളത് ഓയിൽ റിച്ചായ അറബി രാജ്യങ്ങൾക്കാണ്. പ്രത്യേകിച്ച് GCCയിലെ UAEക്ക് നഷ്ടപ്പെടാനേറെയുണ്ട്, സൗദി അറേബ്യക്കുണ്ട്, ഖത്തറിനുണ്ട്, ബഹ്റൈനുണ്ട്, ഏറെ നഷ്ടപ്പെടാൻ. ഇതെല്ലാം തന്നെ എണ്ണ പ്രകൃതിവാതക സമ്പുഷ്ട രാജ്യങ്ങളാണ്. അമേരിക്കയോട് ഓരം ചേർന്ന് നിൽക്കുമ്പോഴും അവരെ സംബന്ധിച്ചിടത്തോളം ഇറാനെ പൂർണ്ണമായി തള്ളിപ്പറയാനാവില്ല. പക്ഷേ അമേരിക്കൻ സേനാ താവളങ്ങൾ നോക്കൂ, ഖത്തറിലാണ് ഈ ഏറ്റവും പ്രധാനപ്പെട്ട അമേരിക്കൻ വ്യോമതാവളം അൽ ഉദയ്ദ്. അതുപോലെ അതാണ് സെൻട്രൽ കമാൻഡിൻ്റെ ആസ്ഥാനവും അവിടെ തന്നെയാണ്. അതുപോലെ ബഹ്റിനിലെ മനാമയിലാണ് നാവിക താവളം. അമേരിക്കയുടെ 5ാം കപ്പൽപ്പടയുടെ കേന്ദ്രം എന്ന് പറയുന്നത് ബഹ്റിനിലാണ്. ചെറിയ രാജ്യമാണ്, എണ്ണസമ്പന്നമാണ്. പക്ഷേ ആ രാജ്യം അമേരിക്കയെ ഹോസ്റ്റ് ചെയ്യേണ്ടി വരുന്നു. ആക്റ്റീവായി യുദ്ധത്തിൽ പങ്കെടുക്കുന്നില്ല, അമേരിക്കയോടൊപ്പം അല്ല എന്ന് പറയുന്നു, നിഷ്പക്ഷമായി നിൽക്കുന്നു എന്ന് പറയുന്നു. പക്ഷേ വസ്തുത ഇതാണ്, അമേരിക്കൻ സായുധ സന്നാഹങ്ങൾ പരമ്പരാഗതമായി ഇവിടെയെല്ലാം ഉണ്ടായിരുന്നു. ഈ യുദ്ധം പരമാവധി ഒഴിവാക്കണമെന്ന് ആഗ്രഹിച്ച 2 രാജ്യങ്ങളുണ്ട്, സൗദി അറേബ്യ ആൻഡ് UAE. സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് തങ്ങളുടെ ഭൂമി ഇറാനെതിരെയുള്ള യുദ്ധത്തിന് ഉപയോഗിക്കാൻ അമേരിക്കൻ സൈന്യത്തിന് അനുവാദമില്ല എന്ന് നേരെ മുഖത്ത് നോക്കി പറഞ്ഞ രാജ്യമാണ് സൗദി അറേബ്യ. അതേസമയം UAE സമാനമായ കാര്യം പറഞ്ഞു, ഞങ്ങളുടെ ഭൂമിയും അമേരിക്കൻ താവളങ്ങൾ ഇവിടെയുണ്ട്. ശരിയാണ്, പക്ഷേ യു ഹാവ് ടു ലൊക്കേറ്റ് യുവർ അറ്റാക്ക് ഫ്രം സം അതർ സോഴ്സസ്. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഈ ജോർദാനിൽ മാത്രമാണ് അമേരിക്ക ആ രീതിയിൽ അമേരിക്കൻ വിമാനങ്ങൾ പറന്നിറങ്ങിയതും അവിടെ ബേസ് ചെയ്തിട്ട് ആക്രമണം. അതുപോലെ ഇസ്രായേലിൽ നിന്നും സ്വാഭാവികമായ ആക്രമണങ്ങൾ. 2 മെഡിറ്ററേനിയനിൽ സ്ഥിതി ചെയ്യുന്ന അമേരിക്കൻ പടക്കപ്പൽ അല്ലെ വിമാനവാഹിനി കപ്പലായ USS ജെറാൾഡ് ഫോർഡും ഈ പേർഷ്യൻ ഉൾക്കടലിന് വെളിയിൽ, അതായത് ഈ അറബിക്കടലിൽ ഒമാൻ അഭിമുഖമായി സ്ഥിതി ചെയ്യുന്ന USS എബ്രഹാം ലിങ്കനും ഒരുപക്ഷെ ആ വിമാനങ്ങളെല്ലാം ഉപയോഗിക്കപ്പെട്ടേക്കാം 2ാം റൗണ്ടിലും 3ാം റൗണ്ടിലും. ആദ്യം മിസൈലുകളാണ്, വ്യോമ പ്രതിരോധ സംവിധാനങ്ങളാണ് ആദ്യം തകർക്കുന്നത്. അപ്പം 2 വശത്തും എസ്കലേഷനാണ്. ഇറാൻ്റെ ഉദ്ദേശം പ്രധാനമായും ഗൾഫ് രാജ്യങ്ങൾ തിരിച്ചടി നേരിടുമ്പോൾ ഏതാണ്ട് 8 രാജ്യങ്ങളാണ് അറ്റാക്ക് വന്നത്. ഈ രാജ്യങ്ങൾ അമേരിക്കയെയും ഇസ്രയേലിനെയും പ്രേരിപ്പിക്കും, ഇനി മതി, മെല്ലെ പോകണം, ചർച്ചയിലേക്ക് നീങ്ങാം, കാരണം ഞങ്ങൾക്ക് ഏറെ നഷ്ടപ്പെടാനുണ്ട്. നിങ്ങൾ ഞങ്ങൾക്കൊരു ബാധ്യതയാണ്. നിങ്ങൾക്ക് താവളം ഞങ്ങൾ നൽകിയത് ഒട്ടകത്തിന് അറബി മൂക്ക് വെക്കാൻ ടെൻറ്റ് നൽകിയത് മാതിരിയാകുന്നു. അതുകൊണ്ട് കണക്ക് പുറത്ത് എന്നൊന്നും പറഞ്ഞില്ലെങ്കിൽ പോലും മെല്ലെപ്പോക്കുണ്ടാകണം, ഒരു സന്ധി ഉണ്ടാകണം. ആ രീതിയിൽ ഒരു സമ്മർദ്ദം ഉണ്ടാകുമെന്ന് ഇറാൻ പ്രതീക്ഷിക്കുന്നു. അതാണ് ഇറാൻ്റെ പ്രധാനപ്പെട്ട പ്രതീക്ഷ. അതുമാത്രമല്ല, ഇറാൻ്റെ വില്ലിങ്നെസ്, ടെനാസിറ്റി ആൻഡ് പ്രിപ്പയർഡ്നെസ് അത് കട്ടാൻ വേണ്ടിയാണ് അങ്ങകലെ മെഡിറ്ററേനിയനിൽ കിടക്കുന്ന ടർക്കിയുടെയും ഗ്രീസിൻ്റെയും സാന്നിധ്യം കൂടിയുള്ള സൈപ്രസിലേക്ക്, അവിടെയാണ് ബ്രിട്ടീഷ് താവളം, ആ ബ്രിട്ടീഷ് നാവിക താവളമുള്ള സൈപ്രസിലേക്ക് ഇറാൻ മിസൈൽ അയച്ചു എന്ന് പറഞ്ഞ 2 ഉദ്ദേശമാണ്. ഞങ്ങൾക്ക് ആരെയും ഭയമില്ല. ബ്രിട്ടീഷുകാർ പറഞ്ഞു ഞങ്ങൾ യുദ്ധത്തിന് ചേരുന്നില്ല എന്നാണ് ഖേർ സ്റ്റാമർ എന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പറഞ്ഞത്. ഇത് ട്രംപിൻ്റെ യുദ്ധമാണ്, ഞങ്ങൾക്കതിൽ താല്പര്യമില്ല, നിങ്ങൾ യുദ്ധം ചെയ്തോളൂ. മുൻകാല യുദ്ധങ്ങളിൽ നെയ്റ്റോ പങ്കാളിയെ ഞങ്ങളും ആക്റ്റീവായി പങ്കെടുത്തിരുന്നു, ഇതിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിരുന്ന ഖേർ സ്റ്റാർമറിനെ ഈ യുദ്ധത്തിലൂടെ, ഈ ആക്രമണത്തിലൂടെ സ്റ്റാർമർ ഇന്ന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് തിരുത്തി പറഞ്ഞു, ഇത് ഞങ്ങളുടെ യുദ്ധം കൂടിയാണ്, ഈ രീതിയിൽ ആക്രമണം ചെയ്യാൻ അനുവദിക്കില്ല. ഇതിന് എസ്കലേഷനിലൂടെ പരമാവധി രാജ്യങ്ങളെ ഈ രംഗത്തേക്ക് ആകർഷിക്കുക വഴി ആത്യന്തികമായി ഇറാൻ ഉദ്ദേശിക്കുന്നത് ഇതാ പാശ്ചാത്യ ചേരിയുടെ യുദ്ധമായി ഇത് മാറിയിരിക്കുന്നു. കടന്നു വരൂ റഷ്യ ആൻഡ് ചൈന, വൈ ഡു യു കീപ് സൈലൻസ്, കടന്നു വരൂ എന്ന് ഹോപ്പിംഗ് അഗൈൻസ്റ്റ് ഹോപ്പ്. ഇതൊരു വിഷ്വൽ തിങ്കിങ് ആണ്, പക്ഷേ ആ രീതിയിൽ ഇറാൻ പ്രതീക്ഷിക്കുന്നുണ്ടാകാം. ശരി, പക്ഷേ റഷ്യയും ചൈനയും കുറേയും ഉണ്ടാതിരിക്കുന്നില്ല. റഷ്യ അതിശക്തമായ ഭാഷയിൽ അപലപിച്ചു
ആക്രമണത്തെ അല്ലെങ്കിൽ കൊലപാതകത്തെ ചൈനയും അപലപിക്കുന്നുണ്ട്. ഉത്തര കൊറിയ കൂടി ഇപ്പോൾ ഞാൻ പറയുന്നത് ഒരു യുദ്ധമാണ്. സാധാരണഗതിയിൽ അധികാരത്തിൻ്റെ ചേരിമാറ്റവും ഈ ശാക്തിക ബലാബലങ്ങളിലൊക്കെ മാറ്റം ഉണ്ടാക്കുക ഒരു യുദ്ധമാണ്. അതിലേക്ക് ഒക്കെ പോവോ എന്നാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശ്രീ മോഹൻ വർഗീസ്, ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത, ഹോർമിസ് കടലിടുക്കിൽ കൂടുതൽ കപ്പലുകൾ ആക്രമിക്കപ്പെട്ടു എന്നാണ് റോയിട്ടേഴ്സിന്റെ റിപ്പോർട്ട്. യുണൈറ്റഡ് കിങ്ഡം മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് ഏജൻസിയാണ് ആക്രമണ വിവരം പുറത്തുവിട്ടത്. മസ്കറ്റിൽ നിന്നും 44.4 നോട്ടിക്കൽ മൈൽ വടക്ക് പടിഞ്ഞാറാണ് സംഭവം. അതായത് ഹോർമിസ് കടലെടുക്ക് വഴി കടക്കാൻ ശ്രമിക്കുന്ന കപ്പലുകളൊക്കെ ആക്രമിക്കപ്പെടുകയാണ്. ഹോർമിസ് കടലെടുക്ക് ഏതാണ്ട് അടച്ചു എന്ന് തന്നെ പറയുന്ന മട്ടിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അങ്ങനെയാണെങ്കിൽ അത് അതിവേഗം അതിൻ്റെ പ്രത്യാഘാതം നമ്മുടെ അടുക്കളകളിലേക്ക് എത്താൻ പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ ദുരന്ത യാഥാർത്ഥ്യം. ശ്രീ മോഹൻ നായർ, ഇവിടെ ഇവിടെ നമ്മൾ ഈ തെരുവുകളിൽ കണ്ടത് വലിയ ലക്ഷക്കണക്കിന് മനുഷ്യർ തെരുവിലിറങ്ങുന്നതാണ്. അതുമാത്രമല്ല, ഈ പറയുന്ന രീതിയിൽ അമേരിക്കയുടെ എയർബേസ് ഉള്ള സ്ഥലങ്ങളിലേക്കൊക്കെ അറ്റാക്ക് ഉണ്ടാകുന്നു, ഇസ്രായേലിലേക്ക് അറ്റാക്ക് ഉണ്ടാകുന്നു. ഏത് സമയത്താണ് ശ്രീ ഷാവപ്രസാദ് പറയുന്നത് പോലെ അവരുടെ സുപ്രധാന പരമോന്നത നേതാവ് വധിക്കപ്പെട്ടു, അവരുടെ പ്രധാന കമാൻഡർമാർ വധിക്കപ്പെട്ടു, അവരുടെ പ്രതിരോധ മന്ത്രി വധിക്കപ്പെട്ടു. ആ വാക്യത്തിൽ ഇവർക്ക് ഇത്രയും ആക്രമണം നടത്താൻ പറ്റുന്നത് അന്തം വിട്ട പ്രതി എന്തും ചെയ്യും എന്ന മട്ടിലാണോ, അതോ സ്റ്റിൽ അവർ കപ്പാസിറ്റി കൺട്രോൾ അവരുടെ കയ്യിലുണ്ട് എന്നതിന് തെളിവാണോ? ഇതിനകത്ത് വളരെ വ്യക്തമായിട്ടുള്ളൊരു കാര്യം, ഏത് സമയത്തും ഇതൊരു ആക്സിഡൻ്റലായിട്ടുള്ള ഒരു അറ്റാക്ക് അല്ലായിരുന്നു. ഈ അറ്റാക്ക് പ്രതീക്ഷിച്ചിരുന്നതാണ്. അതുകൊണ്ട് അവർ ആ രീതിയിൽ തന്നെ കരുതിയിരിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് ഒന്നുകൂടി കൂട്ടി വായിക്കുവാണെങ്കിൽ ഈ സംഭവം 25 കഴിഞ്ഞ വർഷം ജൂണിൽ നടന്ന സംഭവവുമായിട്ട് അന്ന് തന്നെ നടക്കേണ്ട ഒരു സീരീസ് ആയിട്ട് വരേണ്ട കാര്യമായിരുന്നു. നേരെ മറിച്ച് അന്നറിയാം, അതായത് ഇറാൻ്റെ ആണവ നിലയങ്ങൾ അല്ലെങ്കിൽ അവരുടെ സ്റ്റോറേജ് അറ്റാക്ക് ചെയ്യുന്ന ഇസ്രയേലിനെ നമ്മൾ കണ്ടു. അപ്പോൾ ട്രംപ് ഇടപെട്ട് ഒരു സീസ് ഫയർ യൂണിലാറ്ററലായിട്ട് ട്രംപ് ഡിക്ലെയർ ചെയ്തു, ഇനിയും അറ്റാക്ക് ഇല്ല എന്ന് പറഞ്ഞ്. നമ്മളാരും മറന്നിട്ടില്ല, ട്രംപ് പറഞ്ഞ് മണിക്കൂറുകൾക്കകം വീണ്ടും ഇസ്രയേൽ അറ്റാക്ക് ചെയ്തു. അറ്റാക്ക് ചെയ്തതിന് ശേഷം വീണ്ടും നാണം കെട്ട ട്രംപ് 2 ദിവസം കഴിഞ്ഞിട്ട് ഇസ്രയേലിനെ ഫോഴ്സ് ചെയ്ത് സീസ് ഫയറിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇറാൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തിനെ നമ്മൾ ആസ് ഓഫ് നൗ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല. അവിടുത്തെ മെയിനായിട്ടുള്ള ഒരു കാര്യം ഞാൻ കാണുന്നത്, സയനിസ്റ്റ് വേഴ്സസ് ഇസ്ലാമിസ്റ്റ് എന്നുള്ള ഒരു രീതിയിലോട്ട് ആ യുദ്ധത്തിന് അവരൊരു മാനം പറഞ്ഞിരിക്കുകയാണ്. അവിടെ ഷിയ ഗ്രൂപ്പിൻ്റെ പരമോന്നത നേതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ നേതാവ് തന്നെയല്ല, ഷിയ ഗ്രൂപ്പിൻ്റെ വേൾഡ് ലീഡറായിട്ട് തന്നെ അംഗീകരിച്ചിട്ടുള്ള, ഈവൻ പ്രോക്സി ഗ്രൂപ്പുകൾ പോലും അതുപോലെ എല്ലാവരും അംഗീകരിച്ചിട്ടുള്ള ഒരു ലീഡറായിരുന്നു അസാസിനേഷൻ നടന്ന ഖമേനി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പ്രത്യക്ഷത്തിൽ കണ്ടത്, ആദ്യമൊക്കെ ഇറാനെ എതിർത്തിട്ടുള്ള പാകിസ്ഥാനിലും ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും വലിയ രീതിയിൽ അല്ലെങ്കിൽ പോലും ജനങ്ങൾ തെരുവിലിറങ്ങി അതിനെതിരെ ഒരു പ്രതിഷേധം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ജമ്മു ആൻഡ് കാശ്മീരിലും അത് കണ്ടു. കാരണം അവരൊരു ഷിയ ഗ്രൂപ്പ് എന്നുള്ള രീതിയിലാണ് അത് കണ്ടത്. ഒരു കണക്കിന് ഒരു ആംഗിളിൽ അത് നല്ലതായിട്ട് എനിക്ക് തോന്നിയത് എന്തെന്ന് ചോദിച്ചാൽ, ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ മീഡിയ അതിനെതിരായിട്ട് ഇന്ത്യയിൽ ഒരു പ്രതിരോധമുണ്ടായി എന്നുള്ള രീതിയിൽ അത് കാണിച്ചു. ഇന്ത്യ എടുത്ത സ്റ്റാൻഡ് എന്ന് പറയുന്നത് ശരിക്കും ശ്ലാഘനീയമായിട്ടുള്ള ഒരു സ്റ്റാൻഡാണ്. അതായത് എല്ലാവരെയും, അതായത് മറ്റൊരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിൽ ഇൻ്റർഫെയർ ചെയ്യാൻ യാതൊരു അവകാശവും ഇല്ല എന്നുള്ള രീതിയിലൊരു തീരുമാനമെടുത്തപ്പം അതിൻ്റെ മെസ്സേജ് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ദാറ്റ് മെസ്സേജ് ഗോസ് ടു USA, ദാറ്റ് ഗോസ് ടു ഈവൻ ഇസ്രയേൽ ആൻഡ് ഈവൻ ഗോസ് ടു ഇറാൻ. ആ എല്ലാ രീതിയിലും അത് നമുക്ക് വായിച്ചെടുക്കാവുന്ന വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു രീതിയിലായിട്ടാണ് അത് വന്നിട്ടുള്ളത്. ഇപ്പോൾ ആഷ്മിയനോട് ചോദിച്ചത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനകത്ത് അൾട്ടിമേറ്റായിട്ട് ഈ രാജ്യം ഇറാനെ അവർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു എന്നുള്ളതാണ്. ഒരു വാക്വം ഒരിക്കലും ഒരു വാക്വം ക്രിയേഷൻ അവിടെ വരില്ല. കാരണം ഇറാന്റെ പരമോന്നത നേതാവ് എന്നുള്ള രീതിയിൽ അവർ 1, 2, 3 പറയുകയായിരുന്നു, ഇത് എല്ലാം നഷ്ടപ്പെട്ട ഒന്നും നഷ്ടപ്പെടാനില്ലാത്തവന്റെ ഒരു ഫൈനൽ പൊട്ടിത്തെറി ഉണ്ടല്ലോ, അതാണ് ഇറാൻ, അത് അധികം നാളതിന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നതാണോ നമ്മൾ ഈ ആക്രമണത്തിൽ മനസ്സിലാക്കേണ്ടത്? അതോ ഈ കൺട്രോൾ ബട്ടൺ സ്റ്റിൽ കൺട്രോളിലാണ്, അണ്ടർ കൺട്രോളിലാണ്? അതൊരു ഖമനൈ കൊല്ലപ്പെട്ടാലോ, അല്ലെങ്കിൽ ഖമനൈക്ക് പിൻഗാമിയെ നിശ്ചയിക്കപ്പെടുന്ന മുജത്തബ കൊല്ലപ്പെട്ടാലോ, അല്ലെങ്കിൽ ലാരിജാനി കൊല്ലപ്പെട്ടാലോ അങ്ങനെ പോകുന്നതല്ല കൺട്രോൾ എന്നാണോ മനസ്സിലാക്കേണ്ടത് ശ്രീ മോഹൻപിള്ള? അത് കൺട്രോൾ ഒരു കാരണവശാലും ആ ഒരു രീതിയിലോട്ട് ആ ലെവൽ വരെ നമ്മൾ എത്തിയിട്ടില്ല.
കാരണം എന്ന് ചോദിച്ചാൽ ട്രംപ് തന്നെ പറയുന്നുണ്ട് എൻ്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്ന നേവിയെ ഡിസ്ട്രോയ് ചെയ്യുക എന്നുള്ളത്. നേവൽ കമാൻഡർ ഈസ് ഓൾറെഡി ദെയർ. ആ ഹോർമിസ് കടലിടുക്ക് അവർ കൺട്രോൾ ചെയ്യുകയാണ്. അതുകൊണ്ടാണ് അവർ നേവിയെ എയിം ചെയ്യുന്നത്. അതുപോലെ തന്നെ മിസൈൽ ലോഞ്ചിങ്, അതായത് ഈ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഈ റഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നും വാങ്ങിക്കൂട്ടിയിട്ടുള്ള എൻ നമ്പർ ഓഫ് മിസൈൽസ് ആണ് അവിടെയുള്ളത്. ICBM-ഉം ഈവൻ മിഡിൽ റേഞ്ച് CBM-ഉം ഒരുപാടുണ്ട്. അതൊക്കെ അവർ പറയുന്നത് ആ രീതിയിലാണ്. പക്ഷേ നമ്മൾ കാണേണ്ടത് അവരുടെ ഇനിഷ്യൽ ടാർഗറ്റ്, ഓഫ് കോഴ്സ് ടോപ്പ് ലീഡർ ഒരു അസാസിനേഷൻ നടന്നു കഴിഞ്ഞാൽ മൊറാൽ ഡൗൺ ആകും എന്നുള്ളത് ശരിയാണ്. എന്നിരുന്നാലും ഇമ്മീഡിയറ്റ് ആയിട്ട് അടുത്ത ആൾ ടേക്ക് ഓവർ ചെയ്യും. എയർ ചീഫ് ഉണ്ടാവും, ആർമി നേവൽ ചീഫ് ഉണ്ട്, അതുപോലെ തന്നെ ആർമിയുടെ തന്നെ നെക്സ്റ്റ് ലീഡർ വിൽ ടേക്ക് ഓവർ. അങ്ങനെ ഒരു രീതിയിലോട്ട് വരുന്നുണ്ട്. രണ്ടാമത് ഇദ്ദേഹം കൊടുത്ത ഒരു രക്തസാക്ഷിത്വ പരിവേഷം കൂടി വരുമ്പോഴേക്കും ഒരു സെൻറ്റിമെൻ്റായിട്ട് അത് കൺവേർട്ട് ചെയ്ത് കഴിയുമ്പം ആൾക്കാർക്ക് ആ ഒരു രീതിയിൽ ഉള്ള ഒരു പ്രശ്നം കൂടി വരുന്നുണ്ട്. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഒരു കാരണവശാലും ഇസ്രയേലിനെ പ്രഷറൈസ് ചെയ്ത് അല്ലെങ്കിൽ ഇസ്രയേലിലോട്ട് അറ്റാക്ക് ചെയ്യും എന്നുള്ളതല്ലാതെ കൂടുതൽ അറ്റാക്കുകൾ US ബേസ് എന്ന് പറയുന്ന ഈ രാജ്യങ്ങളിലോട്ട് മാത്രം ചെയ്ത് ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി ഇതിനകത്തോട്ട് മേജർ ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റീസിനെ വലിച്ചഴച്ച് ഒരു പ്രഷർ ടാക്ടിക്സ് ബിൽഡ് ചെയ്ത് അവർ US-നെയും ഇസ്രയേലിനെയും വിഡ്രോ ചെയ്യിപ്പിക്കുക എന്ന ഒരു സ്റ്റാൻഡിലേക്കായിരിക്കും തീർച്ചയായിട്ടും ഇറാൻ പോകാനുള്ള സാധ്യത. അങ്ങനെ പറ്റുള്ളൂ. ഈ ഗൾഫ് കൺട്രീസിലോട്ട്, ഫോർ എക്സാമ്പിൾ ആഷ്മി, ഈ ഗൾഫ് കൺട്രീസിൽ പ്രഷർ ബിൽഡപ്പ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയെ പോലുള്ള രാജ്യത്തിന് ഇടപെടാതിരിക്കാൻ പറ്റില്ല. ഇന്ത്യ ഡയറക്റ്റ് ഇടപെടുമെന്നല്ല ഞാൻ പറയുന്നത്. അപ്പോൾ അവിടെയായിരിക്കും ഗുഡ് ഓഫീസസിൻ്റെ ഇമ്പോർട്ടൻസ്. പ്രധാനപ്പെട്ട നമ്മുടെ പ്രധാനമന്ത്രിയൊക്കെ ഇൻവൈറ്റ് ചെയ്ത് അല്ലെങ്കിൽ പ്രഷർ കൊടുത്ത് മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് ഡയലോഗിലോട്ട് പോയിട്ട് പ്രഷർ ബിൽഡ് ചെയ്യാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻ എമർജ് ചെയ്തു വരും. ബിക്കോസ് മിഡിൽ ഈസ്റ്റിൽ എന്തെങ്കിലും ഉണ്ടായാൽ നമ്മളെ ബാധിക്കും. നമ്മൾ നേരത്തെ പറയുന്ന പോലെ നമുക്ക് അന്നം തരുന്ന ഒരുപാട് രാഷ്ട്രങ്ങൾ അവിടെ ഉണ്ട്, നമ്മൾ ഒരുപാട് പ്രിയപ്പെട്ടവർ അവിടെ ഉണ്ട്. മാത്രമല്ല ഇസ്രായേലിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോയിട്ട് വന്നിട്ടേ ഉള്ളൂ. ആ സൗഹാർദ്ദം നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ സ്വാധീന ശക്തി ചെലുത്താൻ കഴിയുമോ എന്നത് ആലോചിക്കുന്നുണ്ടാകണം ഉറപ്പായും. ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത അവിടെ ദുബായിലും അബുദാബിയിലും വീണ്ടും ആക്രമണ ശ്രമം എന്നുള്ളതാണ്. അബുദാബിയിൽ ഓക്കെ, അബുദാബിയിൽ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ഷെയ്ഖിനോട് ചേർന്നുള്ള പ്രദേശത്ത് ഡ്രോൺ ആക്രമണം നിർവീര്യമാക്കിയെന്ന് വാർത്തയുണ്ട്. അബുദാബിയിൽ സായിദ് തുറമുഖത്ത് വലിയ പുകപടലങ്ങൾ ഉയരുന്നതായി റോയിട്ടേഴ്സ് പറയുകയാണ്. സായിദ് തുറമുഖം ഏതെങ്കിലും തരത്തിൽ തന്ത്രപ്രധാനമായ തുറമുഖമാണോ എന്നറിയില്ല, അവിടെയും പുകപടലങ്ങൾ ഉയരുന്ന റിപ്പോർട്ടുണ്ട്. അപ്പോൾ ഇവിടങ്ങളിലൊക്കെ ഇന്നലെ ഈ സമയത്തുണ്ടായിരുന്ന അത്രയും പ്രശ്നം അല്ലെങ്കിൽ കൂടിയും ചെറുതായിട്ടാണെങ്കിൽ കൂടിയും ചില സ്ഫോടന ശബ്ദങ്ങൾ പലയിടത്തും കേൾക്കുന്നുണ്ട് എന്നാണ് വരുന്ന വാർത്ത. ശ്രീ ഫസൽ ഗഫൂർ, ഇവിടെ ആണവായുധമാണല്ലോ പ്രശ്നം. ഇറാൻ ആണവായുധം 60% ന്യൂക്ലിയർ പ്രോലിഫറേഷൻ സിവിലിയൻ ആവശ്യത്തെക്കാൾ അധികമാണ്. അവർക്ക് വേണമെങ്കിൽ ആയുധം ഇതിനോടകം തന്നെ വേണമെങ്കിൽ ഉണ്ടാക്കാമായിരുന്നു. അവരത് ഉണ്ടാക്കാതിരിക്കുന്നത് അവർ നേരത്തെ ഞങ്ങൾ ആണവായുധം ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് പ്രഖ്യാപിച്ചവരാണ്. ആണവ നിർവ്യാപന കരാറിൽ ഒപ്പിട്ടവരാണ്. അത് കേവലം സമാധാനത്തിനു വേണ്ടി മാറി നിൽക്കുന്നതല്ല. ഐഡിയോളജിക്കലി മതശാസനകൾ ഫത്വ പ്രകാരം തന്നെ ആണവായുധം വേണ്ടാൻ തീരുമാനിച്ചവരാണ്. പോട്ടെ, ഇനി എന്തെങ്കിലും ആശങ്കകളുണ്ടെങ്കിൽ ഈ ചർച്ചയിൽ വളരെ സജീവമായ പുരോഗതി ഉണ്ടായതാണ്. ഇവിടെ ന്യൂക്ലിയർ പ്ലാൻ ഉണ്ടാക്കുകയാണെങ്കിൽ അത് അമേരിക്കൻ ഏജൻസികൾ കൊടുക്കാം എന്ന് ഇറാൻ സമ്മതിച്ചതാണ്. എന്നിട്ടും ഈ യുദ്ധം എന്തിനാണെന്ന് ഇപ്പോഴും ആർക്കും മനസ്സിലാവുന്നില്ല. ഇത് ഇസ്രായേലിലെ യുദ്ധമാണോ അമേരിക്കയുടെ യുദ്ധമാണോ എന്ന് പോലും പിടികിട്ടുന്നില്ല. പുറത്തു വരാൻ പോകുന്ന എപ്സ്റ്റീൻ ഫയൽസിലെ കൂടുതൽ സ്ഫോടനാത്മക വിവരങ്ങൾ ഈ യുദ്ധത്തിന് വഴിവെക്കുന്ന അല്ലെങ്കിൽ അത് കവറപ്പ് ചെയ്യുക എന്നൊരു ഉദ്ദേശം ആരെങ്കിലും സംശയിച്ചാൽ പഴിക്കാൻ പറ്റുമോ ഫസൽ ഗഫൂർ? ഒരു കാര്യം സിമ്പിളായിട്ട് പറയാം. ഇറാഖിൽ നമ്മൾ കെമിക്കൽ വാർഫെയർ ആയുധങ്ങളുണ്ടായിരുന്നു പറഞ്ഞു. രാസ ഉപയോഗിച്ചുകൊണ്ടാണ് അവിടുത്തെ യുദ്ധങ്ങൾ നടത്തുന്നത്. ജനങ്ങളെ പ്രത്യേകിച്ച് കുർദുകളെയൊക്കെ കൊന്നു. മറ്റേ സദാം ഹുസൈൻ എന്ന് പറഞ്ഞിട്ടാണ് അവിടെ യുദ്ധം സ്റ്റാർട്ട് ചെയ്യുന്നത്, കുവൈറ്റിൽ നിന്ന് തുടങ്ങിയിട്ട്. ഇനി അപ്പോൾ ഈ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരെന്തെങ്കിലും ഒരു കാരണം കണ്ടുപിടിക്കും. ഏതെങ്കിലും മൂന്നാം ലോക രാഷ്ട്രത്തിലോ ലത്തീൻ ആഫ്രിക്കൻ രാഷ്ട്രത്തിലോ പോകുന്ന ഇടപെടാനായിട്ട്. എന്നിട്ട് ഇടപെട്ടിട്ട് അത് കുളമായിട്ട് അവസാനം നാണം കെട്ട് വിഡ്രോ ചെയ്യുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മുടെ ചർച്ച നടക്കുന്ന എത്ര ദിവസം യുദ്ധം ഉണ്ടാവുന്ന ഞാൻ പറയട്ടെ, 3000-ലധികം മിസൈലുകൾ ഇവരുടെ കയ്യിലുണ്ട്. ഈ മിസൈലുകൾ ഒരു സൈറ്റിലല്ല അവർ വെച്ചിരിക്കുന്നത്, മൾട്ടിപ്പിൾ സൈറ്റുകളിലാണ് ത്രൂ ഔട്ട് ദ കൺട്രി. മനസ്സിലായി, രാജ്യത്തെ ഉടനീളമായിട്ടാണ് വെച്ചിരിക്കുന്നത്. അത് മലമുകളിലും മറ്റുള്ള സ്ഥലങ്ങളിലായിട്ടൊക്കെ നമ്മൾ വായിക്കുന്നതാണല്ലോ, മനസ്സിലായില്ലേ. അപ്പോൾ ആ നിലക്ക് അത്ര എളുപ്പത്തിൽ ഇവരങ്ങനെ പൊളിക്കാൻ പറ്റില്ല. മാത്രമല്ല ഇതിൻ്റെ ഇടയിൽ കൂടെ ഇവർ ചൈനയിൽ നിന്ന്, റഷ്യ മാത്രമല്ല ചൈനയിൽ നിന്ന് ഒരുപാട് ആയുധങ്ങൾ ഇവർ ശേഖരിച്ചിട്ടുണ്ട്.
അപ്പോൾ ഈ മിസൈലുകളൊക്കെ അവർ വളരെ തന്ത്രപൂർവ്വം ഒരു ഗെയിം കളിക്കുന്നുണ്ട്. തന്ത്രപൂർവ്വമായിട്ടുള്ള ഗെയിം എന്താണെന്ന് വെച്ചാൽ ഒരു ഭാഗത്ത് എക്കണോമിക് വാർഫെയർ, അത് ഹോർമുസ് കടലെടുക്ക് ബന്ധാക്കിക്കൊണ്ട് അതോടുകൂടി ഇവരുടെ 60-70% വരുന്ന ഈ ഗൾഫ് കൺട്രികളുടെ വരുമാനങ്ങൾ താഴത്തോട്ട് പോകും. അവരെ ഭീഷണിപ്പെടുത്തി, അവർ യുദ്ധം ചെയ്ത് പരിചയമുള്ളവരൊന്നുമല്ല. അപ്പോൾ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട്, പ്രത്യേകിച്ച് ചെറിയ ചെറിയ രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവരെ ടേബിളിലോട്ട് കൊണ്ടുവരും. അതേമാതിരി തന്നെ നരേന്ദ്രമോദിയെ ടേബിളിലോട്ട് അവർ കൊണ്ടുവരുന്നേ. കാരണം 40 ലക്ഷം 40 ലക്ഷം എന്നാണ് കണക്ക് പറഞ്ഞത്. ഇന്ത്യക്കാരല്ല ഞാൻ പറഞ്ഞിട്ടോ, നമ്മൾ മലയാളികളൊക്കെ കൂടുതലുണ്ടാവും. അവരെല്ലാം ജീവന് അതെ, അവരുടെ അതെല്ലാം കൂടെ അവരുടെ തൊഴിലിനെ ബാധിക്കുന്നു. നമ്മൾ ഒരിക്കൽ കുവൈറ്റിൻ്റെ കാലഘട്ടത്തിൽ നമ്മളിത് കണ്ടതാണ്, കോവിഡിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടാണ് എന്തുമാത്രം നമ്മൾ ബുദ്ധിമുട്ടിന് സഹിക്കേണ്ടി വന്നു ഇവരൊക്കെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട്. ഇപ്പം തന്നെ മുറവിളി കേട്ട് തുടങ്ങിയിരിക്കുകയാണ്. അപ്പം തീർച്ചയായിട്ടും അവരും ആ രാജ്യങ്ങളുടെ മുകളിൽ പ്രഷർ കൊണ്ടുവരും. മാത്രമല്ല ഈ രാജ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഇറാഖിൻ്റെ മാതിരിയല്ലാന്നേ. ഇറാഖ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഗ്രാമ ശൈലിയിലുള്ള ഒരു രാജ്യമാണ്. ഗ്രാമമാണെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം, നമ്മുടെയൊക്കെ ടൗണുകളുടെ മാതിരി. അതേസമയം ഹൈ കോസ്റ്റ് രാജ്യങ്ങളാണ് ഇതൊക്കെ. രാജ്യങ്ങളുടെ ബിൽഡിങ്ങും ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളും ഒക്കെ ദുബായിലും കുവൈറ്റിലും ഖത്തറിലൊക്കെ പോയാലും നമുക്കറിയാലോ. ആ തരത്തിലുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചറിനൊക്കെ ഡാമേജ് പറ്റുകയാണെങ്കിൽ പിന്നെ ഇവർ പറഞ്ഞ മാതിരിയല്ല, അവിടുത്തെ ജനങ്ങൾക്കും ഇതുമാതിരി. ഇപ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുക. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ കാലത്ത് ഹിറ്റ്ലറിനെതിരായിട്ട് ജനങ്ങളെ റോട്ടിലിറങ്ങിയ ജപ്പാൻ കീഴടങ്ങാൻ തയ്യാറാവാതിരുന്നിട്ട് കമിക്കാസ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ അവർ ആറ്റം ബോംബ് ഇടേണ്ടി വന്നതേ. അത് തെറ്റാണെന്ന് പിന്നീട് അറിയിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ മനസ്സിൽ വിയറ്റ്നാമിൽ നിന്ന് ഓടിപ്പോന്നു, അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഓടിപ്പോന്നു. അതുമാതിരി ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് അമേരിക്ക പോയിട്ട് ഇടപെട്ട് ഓടിപ്പോന്നു. ഇനി അമേരിക്കൻ പബ്ലിക് ഒപ്പീനിയനെ പറ്റി നിങ്ങൾ എന്താ പറയാത്തത്? അമേരിക്കൻ പബ്ലിക് ഒപ്പീനിയൻ ഇവർക്കെതിരായിട്ട് തിരിയും. കാരണം കുറേ ജനങ്ങൾ മരിച്ചു കഴിയുമ്പോൾ അമേരിക്കൻ പബ്ലിക് അവരുടെ എക്കണോമിക് ഇൻട്രസ്റ്റ്, ഞാൻ ചോദിക്കട്ടെ, വാൾ സ്ട്രീറ്റ് താഴത്തോട്ട് പോയാലോ, അമേരിക്കൻ ഡോളർ താഴത്തോട്ട് പോയാൽ അവരിതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അവരുടെ സ്റ്റോക്ക് മാർക്കറ്റ് താഴത്തോട്ട് പോയാൽ അപ്പോൾ അവരുടെ ഡോളറിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവർ മെയിൻലി അവരുടെ ഒരു എക്കണോമിക് ആയിട്ടുള്ള ചിന്തിക്കുന്ന ഒരു രാഷ്ട്രമാണ്. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞാൽ ഈ ട്രംപ് തന്നെയാണല്ലോ അദ്ദേഹത്തിൻ്റെ ഗുണ്ടകളെ വിട്ടത് ക്യാപിറ്റൽ ആക്രമിക്കാനായിട്ട് കഴിഞ്ഞ ഇലക്ഷനിൽ അദ്ദേഹം തോറ്റപ്പോൾ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു റൗഡി ആയിട്ടുള്ള ഒരു പ്രസിഡൻറ്റ്, മനസ്സിലായില്ലേ? ഒരു വാക്കിൽ യാതൊരു മാറ്റമില്ല, പറഞ്ഞ വാക്കിൽ. ആ തരത്തിലുള്ള ഒരു അമേരിക്കൻ അവരുപയോഗിക്കുന്ന വാക്കാണ്. നമ്മുടെ ആൾക്കാർ ട്രംപ് ട്രോൾ ചെയ്യണമെന്ന് അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ മുഴുവൻ ട്രംപിൻ്റെ ട്രോളുകളാണ്. ആ തരത്തിലുള്ള ഒരു വ്യക്തി. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വ്യക്തിക്കും പരിക്ക് പറ്റിക്കൂടാന്നല്ലോ. അവിടെയും കോൺഗ്രസിനെ അറിയിച്ചിട്ടില്ല, കോൺഗ്രസിന് അനുവാദം വാങ്ങാതെയാണ് യുദ്ധം ചെയ്യുന്നത്. നമ്മുടെ താരിഫുകളെ പറ്റിയിട്ട് സുപ്രീം കോടതി അവിടുത്തെ വിലക്ക് കൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ അദ്ദേഹവും പ്രശ്നത്തിലാണ്, വെറും ഇറാൻ മാത്രമല്ല പ്രശ്നത്തിൽ എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ. മാത്രമല്ല അവിടെ US കോൺഗ്രസിന്റെ പിന്തുണയുണ്ട് എന്ന കാര്യം ഒരു ഉറപ്പുമില്ല. മാത്രമല്ല വിയോജിപ്പുകൾ കൂടുതലായി വരുന്നുണ്ട്. സൊറാൻ മംദാനി അടക്കമുള്ളവർ കടുത്ത വിയോജിപ്പുമായി രംഗത്ത് വരുന്നുണ്ട്. അപ്പോഴാണ് എന്തിനാണ് അമേരിക്കയ്ക്ക് ഈ യുദ്ധത്തിൽ കാര്യം എന്ന ചോദ്യം ഉണ്ടാകുന്നത്. അപ്പോഴാണ് അമേരിക്കയിൽ തന്നെ ചില വിദഗ്ധർ എപ്സ്റ്റീൻ ഫയലിനെ പറ്റി പറയുന്നത്. അതിൽ എപ്സ്റ്റീൻ മൊസാദ് ഏജന്റാണെന്ന് അക്കാദമിക്കലി പറയുന്നവരുണ്ട്. പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളെ ലൈംഗികമായി അങ്ങേയറ്റം ഹീനമായി, എന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും ഹീനമായി ഉപയോഗിക്കുന്ന കുറച്ച് പൈശാചികരായ അധമക്കുറ്റങ്ങളെക്കുറിച്ചുള്ള ഫയലാണെന്ന് പ്രേക്ഷകർക്കറിയാം. അതിലെ പ്രധാനി ആരാണ്? ഇപ്പോൾ അമേരിക്ക ഭരിക്കുന്ന ആളുമാണ്. അപ്പോൾ എപ്സ്റ്റീനുമായി ചേർത്ത് ആരെങ്കിലും വായിച്ചാൽ അവരെ പഴിക്കാൻ പറ്റുമോ? ഇപ്പോൾ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ഇറാന്റെ ഒരു വമ്പൻ തിരിച്ചടി വാർത്തയാണ്. അമേരിക്കയുടെ യുദ്ധവാഹിനി കപ്പൽ USS എബ്രഹാം ലിങ്കൺ ആക്രമിക്കുന്നു ഇറാൻ. അറബിക്കടലിൽ നങ്കൂരമിട്ട കപ്പലിന് നേർക്ക് രൂക്ഷമായ ആക്രമണം ഉണ്ടായിരിക്കുന്നു. 4 ബാലിസ്റ്റിക് മിസൈൽ പ്രയോഗിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ. ഒമാൻ തീരത്ത് നിന്ന് 150 മൈൽ അകലെയാണ് USS എബ്രഹാം ലിങ്കൺ. പ്രധാനപ്പെട്ട ഒരു യുദ്ധവാഹിനി കപ്പലാണ്. ആ കപ്പലിന് നേർക്കാണ് അറബിക്കടലിൽ നങ്കൂരമിട്ട അമേരിക്കയുടെ യുദ്ധവാഹിനി കപ്പൽ USS എബ്രഹാം ലിങ്കൺ അതിശക്തമായ രീതിയിൽ ഇറാൻ ആക്രമിക്കുന്നു. അപ്പോൾ ആ യുദ്ധം ഏതെങ്കിലും തരത്തിൽ അവസാനിക്കുന്ന മട്ടിൽ നിന്ന് മാത്രമല്ല കൂടുതൽ രൂക്ഷമാകുന്നു. USS എബ്രഹാം ലിങ്കൺ ആക്രമിക്കുന്നു പറഞ്ഞാൽ അമേരിക്കയ്ക്ക് അത് മേജർ സെറ്റ് ഓഫ് ആണ് എന്ന സെറ്റ് ബാക്ക് ആണ് എന്ന് ഉറപ്പായി പറയുകയും ചെയ്യാം. ഞാൻ റഹീസിലേക്ക് ഒന്ന് പോകുന്നു. റഹീസ്, ദുബായിലും അബുദാബിയിലും പിന്നെയും ചില സ്ഫോടക ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. അബുദാബിയിൽ തുറമുഖത്ത് ഒരു വലിയ പുകപടലം ഉയരുന്നത് കേൾക്കുന്നുണ്ട്. എന്താണ് ഇതിൻ്റെയൊക്കെ സ്ഥിരീകരണം? എന്താണ് ആ മേഖലയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് റഹീസ്? ഹാഷ്മി, ഇത് നേരത്തെ വൈകിട്ടോടുകൂടി ഈ ദുബായിയുടെ ചില കേന്ദ്രങ്ങളിലൊക്കെയും ഇങ്ങനെ വലിയ ശബ്ദം കേൾക്കുകയും ഒപ്പം പുക ഉയരുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് ഇന്ന് വൈകിട്ട് അബുദാബിയും ദുബായിയും ഒക്കെ ലക്ഷ്യമിട്ടുകൊണ്ട് ഈ ചില ആക്രമണങ്ങൾ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ ആക്രമണം. അതിനോട് ചേർന്ന് തന്നെയാണ് ഈ ദുബായിലും അബുദാബിയിലും വീണ്ടും അത്തരത്തിൽ ആക്രമണം ഉണ്ടായത്. ഏതാണ്ട് ആ ഒരു സമയത്തിന് 1 മണിക്കൂർ ശേഷം വീണ്ടും ആക്രമണം ഉണ്ടായതായിട്ടുള്ള
വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അബുദാബിയിലെ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് സ്ട്രീറ്റിനോട് ചേർന്നുള്ള പ്രദേശത്ത് വെച്ചാണ് ഡ്രോൺ ആക്രമണം അത് നിർവീര്യമാക്കിയത്. ഇത് മിന പോർട്ടിനെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ആക്രമണം ഉണ്ടായത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിനപ്പുറത്തേക്ക് ദുബായിലെ ഫ്രീ സോൺ മെട്രോയുടെ അടുത്തും ആ ഒരു പരിധിക്കുള്ളിൽ വെച്ചിട്ടും ആക്രമണ ശ്രമം നിർവീര്യമാക്കുകയുണ്ടായി. അപ്പോൾ എന്തായാലും ഈ വൈകിട്ടത്തെയും കാഴ്ചകൾ ഇത് തന്നെയാണ്. ഈ സ്ഫോടനം ഉണ്ടാകുന്നു, തലങ്ങും വിലങ്ങും ഇതുപോലെ മിസൈലുകളൊക്കെയും പായുന്നു, അത് നിർവീര്യമാക്കുന്നു. എന്തായാലും ജനവാസ മേഖലയിലേക്ക് ഇന്ന് വൈകിട്ടെത്തുമ്പോഴും കാര്യമായിട്ടുള്ള രീതിയിൽ ഈ ആക്രമണം ബാധിച്ചിട്ടില്ല എന്നുള്ള ഒരു ആശ്വാസം മാത്രം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആ നിലയ്ക്ക് പക്ഷേ പ്രധാനപ്പെട്ട എല്ലാ പോർട്ടുകൾ കേന്ദ്രീകരിച്ചും തുറമുഖങ്ങൾ കേന്ദ്രീകരിച്ചും എയർപോർട്ടുകൾ കേന്ദ്രീകരിച്ചും ഒക്കെ നടത്തുന്ന ഇറാന്റെ ഈ ആക്രമണം അതുപോലെ തന്നെ തുടരുകയാണ്. ഇതിനടുത്തൊക്കെയും ഈ അമേരിക്കയുടെ ഈ ബേസുകളുണ്ട്, ആർമി ബേസുകളുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ ആക്രമണം മുഴുവൻ നേരിടേണ്ടി വരുന്നത് ഇത്തരത്തിൽ ഈ UAE-യിൽ, പ്രത്യേകിച്ച് UAE-യിൽ പറയുകയാണെങ്കിൽ അത് ഒരു നിലയ്ക്കും ആ കേന്ദ്രങ്ങളിലേക്ക് എത്തുന്നില്ല, മറിച്ച് ജനങ്ങളെ കൂടുതൽ പരിഭ്രാന്തരാക്കുന്നു എന്നുള്ളത് മാത്രമാണ് നടക്കുന്നത്. അല്പം മുമ്പും ഇറാൻ ആവർത്തിച്ച് പറഞ്ഞത് ഞങ്ങൾ നിങ്ങളെയല്ല ആക്രമിക്കുന്നത്, ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കുന്നത് തങ്ങളുടെ നയമല്ല, പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന, നിങ്ങളുടെ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന അമേരിക്കയുടെ ഇടങ്ങളിലേക്ക്, അവരുടെ ബേസുകളിലേക്കാണ് ഞങ്ങൾ കടന്നു കയറുന്നതെന്ന് ആവർത്തിക്കുമ്പോഴും അത് ആ ബേസുകളിലേക്ക് എത്തുന്നില്ല. പക്ഷേ ഇപ്പോൾ ആ പോർട്ടുകൾ കൂടുതലായി ആക്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഗൾഫ് രാജ്യങ്ങൾ ഒന്നാകെ തിരിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. നിർണായകമായ യോഗങ്ങൾ ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഒരു സംയുക്തമായ പ്രസ്താവന ഉണ്ടാകും എന്നുകൂടി കുറച്ചു മുമ്പ് അറിയിച്ചിരുന്നു. എന്തായാലും ഇപ്പോൾ അബുദാബി, ദുബായ് പ്രദേശങ്ങളിൽ ഈ ഉച്ചയ്ക്കും ഒപ്പം തന്നെ വൈകിട്ടും സമാനമായ രീതിയിലുള്ള ഉഗ്ര ശബ്ദത്തോട് കൂടിയിട്ടുള്ള ഈ സ്ഫോടനം ഉണ്ടായി. അത് ഈ സ്ഫോടനം എന്ന് പറയുമ്പോൾ അത് താഴെ വീണ് ജനവാസ മേഖലയിൽ ഉണ്ടാകുന്ന സ്ഫോടനമല്ല, മറിച്ച് ഇത് ആകാശത്ത് വെച്ച് നിർവീര്യമാക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദവും, ആ ശബ്ദം വളരെ വലുതാണ്. നമ്മൾ ഈ നിൽക്കുന്ന കെട്ടിടത്തിൽ നിന്ന് തന്നെ ഈ വൈകിട്ട് 5ഓളം തവണയാണ് ഈ സ്ഫോടന ശബ്ദം കേട്ടത്. അപ്പോൾ ആ തരത്തിലേക്ക് വലിയ ശബ്ദം കേൾക്കുന്നു, ശേഷം വലിയ പുക ഉയരുന്നുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട ഇടങ്ങളിലേക്കൊക്കെ ആക്രമണം ഈ നീണ്ടു പോവുകയാണ്, അല്ലെങ്കിൽ അതിന്റെ അലയൊലികളൊക്കെയും അതിനെ ബാധിക്കുന്നു. കാരണം ഇറാൻ നേരിട്ട് ആക്രമിക്കുകയല്ല. എന്തായാലും ഈ ദുബായിലും അബുദാബിയിലുമാണ് ഏറ്റവും ഒടുവിൽ സ്ഫോടന ശബ്ദം കേൾക്കുന്നത്. ഇന്നലെയൊക്കെ 7 മണി കഴിയുമ്പോഴേക്കും ഈ മേഖലകളിലൊക്കെ കുറച്ചുകൂടി ശക്തമായ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു. എന്തായാലും ആ തോതിലെ കാര്യങ്ങൾ പോകുന്നില്ല എന്നുള്ളത് ആ മേഖലകളിലും സമാധാനമാണ്. ഷാവ് പ്രസാദ്, ഇവിടെ ഇറാന്റെ ഡ്രോൺ, മിസൈൽ, എന്താണ് ആയുധ കോപ്പുകളെ പറ്റി ആർക്കും സംശയങ്ങളില്ല എന്ന് പറയാനുള്ള കാരണം നമ്മൾ 12 Day വാറിൽ ഇൻവിൻസിബിൾ ആണ്, തകർക്കാൻ കഴിയില്ല എന്ന് ഇസ്രായേൽ പറഞ്ഞുകൊണ്ടിരുന്ന അയൺ ഡോമിനെ ഭേദിച്ച് അവിടെ തീമഴ ഭേദിച്ച് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാർ കരിയർ എബ്രഹാം ലിങ്കണിലേക്ക് 4 ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലുകൾ വീണുവെന്നാണ് റിപ്പോർട്ട്. ആ കരിയറിന്റെ നിലവിലെ അവസ്ഥ എന്താണെന്ന കാര്യം അറിയില്ല. അമേരിക്ക അതുമായി ബന്ധപ്പെട്ട പ്രതികരണം അല്പസമയം നടത്താൻ പോകുന്നു അറിയുന്നു. താങ്കൾ പറയുന്നത് പോലെ ഇതൊരു പക്ഷേ അവരുടെ പരമോന്നത നേതാവ് വീണ് കഴിയുമ്പോൾ ആ രാജ്യത്തെ ജനങ്ങളുടെ വികാരം ശമിപ്പിക്കാനെങ്കിലും ഓൾ ഔട്ട് അറ്റാക്ക് ഇറാൻ കയ്യിലുള്ള പരമാവധി ആയുധം എടുത്ത് പോരാടിയേ മതിയാവുകയുള്ളൂ. അതല്ലേ ഇപ്പോൾ കാണുന്നത് ഷാബു? അതെ, അത് തന്നെയാണ്. അവർക്ക് അവരുടെ കയ്യിലുള്ള എന്തൊക്കെയുണ്ടോ അതെടുത്ത് അവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് ഇറാൻ ചെയ്തപ്പോൾ ഈ കോൺഫ്ലിക്റ്റിൽ, ഇപ്പോഴത്തെ സംഭവത്തിൽ ഇറാൻ ചെയ്ത ഏറ്റവും വലിയൊരു മണ്ടത്തരമുണ്ട്. അവർ ഈ പറഞ്ഞ പോലെ എല്ലാ രാജ്യങ്ങളെയും ലോക സമൂഹത്തിനെ ഇടപെടുത്താനുള്ളൊരു ആയിട്ടായിരിക്കാം ചെയ്തത്. പക്ഷേ അതൊരു വലിയ മണ്ടത്തരമാണത്. എന്താണെന്ന് വെച്ചാൽ ഈ റംസാൻ മാസത്തിൽ ഈ അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഒരു മുസ്ലിം രാഷ്ട്രത്തെ ആക്രമിച്ചു എന്ന ഒരു സെൻറ്റിമെൻറ്റ്സ് ഉണ്ടാക്കി ലോക മുസ്ലിം സമൂഹത്തിനെ ഒപ്പം നിർത്താൻ കഴിയുമായിരുന്ന ഒരവസരമാണ് ഇറാൻ ഇവിടെ കളഞ്ഞത്. ഇവിടെ ഗൾഫ് രാജ്യങ്ങളുടെ ഇടയിൽ മാത്രമല്ല, ലോക രാജ്യങ്ങളുടെ ഇടയിൽ തന്നെ ഇറാൻ ഏതാണ്ട് ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. റഷ്യക്ക് അവിടെ നിന്ന് അപലപിക്കാമെന്നുള്ളതല്ല, അവർ ഓൾറെഡി എൻഗേജ്ഡ് ആണ് ഉക്രൈനുമായിട്ട്. ചൈനയാണെങ്കിൽ അവന് തടുക്കി പിടിക്കുന്ന ഒരു കാര്യം അവൻ ചെയ്യുകയില്ല. അങ്ങനെ നിൽക്കുന്നൊരവസ്ഥയിലേക്ക് അവരെത്തി. തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ ഫസൽ ഗഫൂർ സാറും മോഹൻപിള്ള സാറും പറഞ്ഞത് കറക്റ്റാണ്. അവരുടെ ഒരു തന്ത്രമാണത്. കാരണം അവിടെ ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരുണ്ട്, ഇന്ത്യക്ക് ഇടപെടാതിരിക്കാൻ പറ്റില്ല. ഹോർമുസ് കടലിടുക്ക് അവർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോക വ്യാപാരത്തിനെ തന്നെ ബാധിക്കും. അപ്പോൾ ലോക സമൂഹം സ്വാഭാവികമായിട്ട് അവിടെ നിന്നുള്ളൊരു പ്രഷർ ഇവരുടെ മണ്ടയ്ക്ക് വരുന്ന അങ്ങനെ അതായിരിക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഈ ഹോർമുസ് കടലിടുക്ക് ഇവർ അടച്ചു കഴിഞ്ഞാൽ ഇത് തുറക്കും. കാര്യം ഒരു ബലമായിട്ട് ഈ ഗൾഫ് രാജ്യങ്ങൾക്കും അമേരിക്കയ്ക്കും ചേർന്ന് അത് തുറന്നേ പറ്റുള്ളൂ.
അങ്ങനെ ഒരു ഡു ഓർ ഡൈ സിറ്റുവേഷനിലേക്കാണ് ഇപ്പം കാര്യങ്ങൾ പോയിരിക്കുന്നത്. ഇപ്പോൾ അത് എബ്രഹാം ലിങ്കൺ ആക്രമിക്കപ്പെട്ടു എന്ന് പറയുന്നു. എന്താണ് അതിൻ്റെ അവസ്ഥ എന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെ കാര്യം ശക്തമായ എയർ ഡിഫൻസ് സിസ്റ്റമൊക്കെ ഉള്ള വലിയ വിമാനവാഹിനി കപ്പലാണത്. അതെന്താ സംഭവിച്ചതെന്നുള്ള അറിയില്ല, നമുക്കതിന് അതിൻ്റെ വാർത്തകൾ. അതായത് ഈ വാർ ഇങ്ങനെ എസ്കലേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണത്. ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ ലോക സമൂഹം പൂർണ്ണമായിട്ട് തന്നെ ഇറാനെതിരെ തിരിയുന്ന ഒരവസ്ഥയിലേക്ക് അവർ തന്നെ എത്തിക്കുകയാണ് ചെയ്തത്. ആലോചിക്കണം, ഇത് റംസാൻ മാസമാണ്. ഈ റംസാൻ അവരുടെ മുമ്പിലുണ്ടായിരുന്ന ഒരു വലിയ സുവർണാവസരമായിരുന്നു ഹാഷ്മി. റംസാൻ മാസത്തിലാണ് ജൂത അമേരിക്ക കൂട്ടുകെട്ട് ഒരു മുസ്ലിം രാഷ്ട്രത്തിനെ ആക്രമിച്ചത് എന്ന ഒരു സെന്റിമെന്റ്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള അവസരമാണ് അവർ കളഞ്ഞത്. ഇതിപ്പോ ഗൾഫ് രാജ്യങ്ങളുടെ റംസാൻ മാസമാണ്, നോമ്പാണ് എന്ന് കരുതി അവരുടെ രാജ്യത്തിന്റെ തലവനെ കൊന്ന് അവരുടെ രാജ്യത്തെ 140 കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തി കഴിയുമ്പോൾ എങ്ങനെയാണ് ഏത് രാജ്യമായിക്കോട്ടെ, ഇറാൻ ആവട്ടെ, ഇന്ത്യ ആവട്ടെ, പാകിസ്ഥാൻ ആവട്ടെ, ഏത് രാഷ്ട്രമായിക്കോട്ടെ, രാഷ്ട്രത്തിന് സമാന അനുഭവം ഉണ്ടായാൽ ആ രാജ്യത്തിന്റെ പ്രൈഡല്ലേ പ്രതികരിക്കാന്ന് പറഞ്ഞു. അതല്ലാതെ അതിനപ്പുറം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എനിക്കറിയില്ല. എന്തായാലും ഈ എബ്രഹാം ലിങ്കണിലേക്ക് 4 ബാലിസ്റ്റിക് മിസൈൽ അടിച്ചത് മുഖ്യ എന്നൊക്കെ പറയുന്നുണ്ട്. അത് അങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ അതുണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം ചെറുതാവില്ല. യുദ്ധം ഇവിടെ നിൽക്കാൻ പോകുന്നില്ല. ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത എന്താണ്? ഈ ഇറാന്റെ പുതിയ പരമോന്നത നേതാവിനെ ഉടൻ തെരഞ്ഞെടുക്കുമെന്നും ഭരണഘടനാ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണെന്ന് പറയുകയാണ് വിദേശകാര്യമന്ത്രി അബ്ബാസ് അറഗാച്ചി. 1-2 ദിവസത്തിനുള്ളിൽ പരമോന്നത നേതാവിന്റെ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കുമെന്നും അറഗാച്ചി പറയുകയാണ്. അമേരിക്ക അടിക്കുമ്പോൾ തിരിച്ചടിക്കാതെ നിവൃത്തിയില്ല എന്ന് പറയുകയാണ് അറഗാച്ചി. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് ഹോർമൂസ് കടലിടുക്ക് കടക്കാൻ ഉദ്ദേശമില്ല, ഏതെങ്കിലും തരത്തിൽ കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ലെന്നും അറഗാച്ചി അൽ ജസീറയോട് അല്പസം മുമ്പ് കൊടുത്ത അഭിമുഖത്തിൽ വ്യക്തമാക്കി. അമേരിക്ക ആക്രമിക്കുമ്പോൾ തിരിച്ചടിക്കാൻ നിർവാഹമില്ലെന്ന് കൂടി അറഗാച്ചി പറഞ്ഞു വെക്കുന്നുണ്ട്. ആവർത്തിക്കുന്നു അറഗാച്ചി, ഈ പറയുന്ന ഇതിൽ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ആക്രമണം ഏതെങ്കിലും തരത്തിൽ ആ രാജ്യത്തിലേക്കല്ല, ആ രാജ്യത്തെ അമേരിക്കൻ ബേസുകളിലേക്കാണ്. അമേരിക്കൻ ബേസ് എന്ന് പറഞ്ഞാൽ അത് ആ രാജ്യത്തെ ഒരു സോയിലല്ല, അത് അമേരിക്കൻ സോയിലാണ്. അമേരിക്കൻ സോയിലാണെങ്കിൽ ഞങ്ങൾ അടിക്കും എന്ന് പിന്നെയും പറയുകയാണ് അറഗാച്ചി. ശ്രീ മോഹൻ വർഗീസ്, ഇവിടെ ഈ പറയുന്ന നമ്മൾ നേരത്തെ ഇസ്രായേൽ അയൺഡോമിന്റെ കാര്യം പറയുന്നത് പോലെ ആരാലും ഭേദിക്കാൻ കഴിയാത്തവണ്ണമുള്ള ഇരുമ്പ് കുട എന്ന് പറഞ്ഞിരുന്നത് നമ്മൾ നേരത്തെ ഇറാൻ പുഷ്പം പോലെ പൊളിച്ചുകളെ നമ്മൾ കണ്ടതാണ്. അതുപോലെയാകുമോ ഈ എബ്രഹാം ലിങ്കൺ? അത് ഈ പറയുന്ന വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ആരാലും തൊടാൻ കഴിയാത്ത ഒന്നാണ് എന്ന് പറഞ്ഞിരുന്നതാണ്. 4 ഹൈപ്പർസോണിക് മിസൈൽ വീണെന്നാണ് കേൾക്കുന്നത്. അതിപ്പം ടൈറ്റാനിക്കിനെ കുറിച്ച് അങ്ങനെ പണ്ട് പറഞ്ഞിരുന്നു, 1 നൂറ്റാണ്ട് മുൻപ്. ആരാലും മുക്കപ്പെടാനാവാത്ത, ഒരിക്കലും തകർക്കാനാവാത്ത, എന്തു വന്നാലും ഭൂമികുലുക്കമുണ്ടായാലും മുങ്ങിപ്പോകാത്ത ഒരു കപ്പൽ എന്ന രീതിയിൽ പറഞ്ഞിരുന്ന ടൈറ്റാനിക്കിന് ഒരു മഞ്ഞ് കെട്ടാൻ വേണ്ടി വന്നു അത് മുങ്ങാൻ. അതുകൊണ്ട് ഒരു വിമാനവാഹിനി കപ്പലൊക്കെ എളുപ്പത്തിൽ ആക്രമിച്ച് കിടക്കാനാവില്ല. USS എബ്രഹാം ലിങ്കൺ ഫേംലി എൻട്രൻച്ച്ഡ് ആണ്. അത് 150ഓളം നോട്ടിക്കൽ മൈൽസ് അകലെയാണ് ഒമാൻ തീരത്തു നിന്നും. അത് ഏതാണ്ട് ഒരു സേഫ് ഡിസ്റ്റൻസ് ആണെന്നാണ് പൊതുവെ ഒരു കണക്കൂട്ടൽ. പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം ആക്രമണം എന്നത് ഒരു നയമാണ്. അമേരിക്ക ആക്രമിക്കുമ്പോൾ തിരിച്ചാക്രമിക്കുന്നു. തീർച്ചയായും വൻതോതിലുള്ള ആക്രമണം നടത്തിയാൽ പോലും ആ കപ്പലിന് ചുറ്റുമുള്ള ഡിസ്ട്രോയർ ഷിപ്സ് അതിനെ ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത്. ഡിഫറെൻറ്റ് ലെയേഴ്സ് ഓഫ് ഡിഫൻസ് ആണ് ഒരു വിമാനവാഹിനി കപ്പലിൻ്റെ ചുറ്റുമുള്ളത്. വിമാനവാഹിനി കപ്പലിൻ്റെയൊക്കെ നമ്മൾ പറയുന്നത് ഈ ഫ്ലോട്ടിംഗ് എംപയർസ് എന്നാണ്. അതായത് ഒരു രാജ്യത്തിൻ്റെ ടെറിറ്റോറിയൽ എക്സ്പാൻഷൻ എന്ന രീതിയിൽ തന്നെയാണ് കടലുകൾ ഓപ്പൺ സീയിൽ സഞ്ചരിക്കുന്ന വിമാനവാഹിനി കപ്പലുകളെ ഒരു മാതൃരാജ്യത്തിൻ്റെ ഭൂപ്രദേശമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. അപ്പോൾ അത് ആക്രമിക്കുക എന്ന് പറയുന്നത് അമേരിക്കയുടെ ഭൂപ്രദേശം ആക്രമിക്കുന്നതിന് സമാനമായ കാര്യമാണ്. അതിനുള്ള ഒഡാസിറ്റി ഇറാൻ കാട്ടിക്കഴിഞ്ഞിരിക്കുന്നു. നല്ല കാര്യം. നോക്കൂ, തന്ത്രപ്രധാനമായ മേഖലയാണ് ഹോർമൂസ് കടലിടുക്കെന്ന് ഓർക്കണം. ഇറാൻ്റെ ഏറ്റവും വലിയ ചാൻസ് എന്ന് പറയുന്നത് സാമ്പത്തികമായി ഗൾഫ് മേഖലയെ സമ്മർദ്ദത്തിലാക്കുക, ലോകം മുഴുവൻ സമ്മർദ്ദത്തിലാക്കുക. അതിന് ഇറാനുള്ള ഏറ്റവും നല്ല വജ്രായുധമാണ്, തുറുപ്പ് ചീട്ടാണ് ഹോർമൂസ് കടലെടുക്കുന്നത്. 33 മുതൽ 35 കിലോമീറ്റർ വരെ മാത്രം വീതിയുള്ളൊരു കുപ്പിക്കെടുത്താണ് പേർഷ്യൻ ഗൾഫിൽ നിന്നും ഒമാൻ ഉൾക്കടലിലേക്ക് നീളുന്ന പേർഷ്യൻ ഗൾഫ്, ആ ഭാഗത്തുള്ള ഹോർമൂസ് ഉൾക്കടൽ. ആ ഹോർമൂസ് കടലെടുക്ക് നിയന്ത്രിക്കുന്നത് ഇപ്പോഴും യഥാർത്ഥത്തിൽ ഇറാൻ തന്നെയാണ്. അതിലെ കടന്നു പോകുന്ന കപ്പലുകൾക്ക് തീർച്ചയായും ഭീഷണിയാണ്. അതടയ്ക്കാൻ തങ്ങൾ തീരുമാനിച്ചില്ല എന്ന് ഇറാൻ പറയുമ്പോഴും ധൈര്യമുണ്ടെങ്കിൽ കടന്നു പോകൂ, ഞങ്ങൾ കാട്ടിത്തരാം എന്ന് ഇറാൻ വെല്ലുവിളിക്കുന്നതിന് തുല്യമായിട്ട് മാത്രമേ ആ ഒരു രീതിയിൽ കാണാനാവൂ. ഇനി അതല്ല, അടച്ചിടുന്നില്ല എങ്കിൽ പോലും ഇനി കാര്യമായ രീതിയിലുള്ള ചരക്ക് നീക്കം വരികയും അത് നിർത്തണമെന്ന് ഇറാൻ ആഗ്രഹിക്കുകയും ചെയ്താൽ വൻതോതിലുള്ള മൈൻ വിന്യാസം, കടലുകളുടെ മൈൻ വിന്യാസം സാധിക്കും. ഈ മൈനുകളെല്ലാം തന്നെ അരിച്ചെടുത്ത്, മൈൻവാരി കപ്പലുകൾ ഉപയോഗിച്ച് അരിച്ചെടുത്ത്
നാവിഗബിളായി മാറ്റാൻ ദിവസങ്ങൾ പോരായിരിക്കും, ഒരു പക്ഷേ ആഴ്ചകൾ എടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ലോക സാമ്പത്തിക ക്രമം തന്നെ തകിടം മറിയുമെന്ന പ്രതീക്ഷയാണ് ഇറാന്റെ മറ്റൊരു ഗെയിം പ്ലാൻ. ഇതെല്ലാം ഗെയിം പ്ലാനാണ്. കാരണം preponderance of balance is in favor of America and Israel. അതിൽ യാതൊരു സംശയവുമില്ല. എയർ സുപ്പീരിയോറിറ്റി അമേരിക്കയ്ക്കും ഇസ്രായേലുമാണ് എന്നത് കൃത്യമായി പറയാം. പക്ഷേ ലോകത്ത് ഒരു ശക്തിയും ആകാശയുദ്ധം ജയിച്ച് ഒരു ഭരണമാറ്റം കൊണ്ടുവന്നിട്ടില്ല എന്ന് ഓർക്കണം. മുൻകാലങ്ങളിൽ ഇവ സാധിച്ചിട്ടില്ല. സദ്ദാം ഹുസൈനെ ഉൾപ്പെടെ പുറത്താക്കിയതിന് പിന്നിൽ ആകാശയുദ്ധം കൊണ്ട് ഇറാഖിൻ്റെ വ്യോമ പ്രതിരോധ ശേഷിയും ഗ്രൗണ്ട് ഫെസിലിറ്റീസും എല്ലാം തച്ചു തകർത്തു. പക്ഷേ മെറീനുകൾക്ക്, അമേരിക്കൻ ഭടന്മാർക്ക് കരയിൽ ഇറങ്ങേണ്ടി വന്നു. ബൂട്ട് ഓൺ ലാൻഡ് എന്ന് പറയും. ഇത് സാധിക്കാതെ എങ്ങനെയാണ് അമേരിക്കയുടെ ആത്യന്തിക ലക്ഷ്യം നിറവേറ്റുക? അതുവരെ യുദ്ധം നിലനിർത്തുക, പിടിച്ചു നിർത്തുക, പരമാവധി ജനങ്ങളുടെ ആത്മവിശ്വാസം ഉയർത്തി നിർത്തുക. നോക്കൂ, ഇറാനിൽ 2 അഭിപ്രായങ്ങൾ നമ്മൾ കണ്ടല്ലോ. ഇറാൻ ജനത അയത്തുള്ള അലി ഖൊമേനിയുടെ മരണത്തിൽ അല്ലെങ്കിൽ അരുംകൊലയിൽ വലിയ രീതിയിലുള്ള ദുഃഖം പ്രകടിപ്പിച്ചുകൊണ്ട് തെരുവിൽ വിലപിക്കുന്നത് നമ്മൾ കണ്ടു. അതേപോലെ തന്നെ മറ്റൊരു ചിത്രവും കണ്ടു. ഇതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് ഇറാൻ ജനത പതാകകൾ വീശി ഈ ഭരണകൂടം അവസാനിക്കുമെന്ന പ്രതീക്ഷയിൽ, ഒരു മർദ്ദക ഭരണകൂടമാണ് അവസാനിക്കുമെന്ന പ്രതീക്ഷയിൽ ആഹ്ലാദ നൃത്തം ചവിട്ടുന്നതെന്ന് കണ്ടു. അത് എപ്പോൾ എടുത്ത പിക്ചേഴ്സ് ആണെന്നുള്ളതിനെക്കുറിച്ച് ശ്രീ ഹാഷ്മി നമുക്കൊന്നും വലിയ നിശ്ചയമില്ല. ഏത് കോൺടാക്റ്റിൽ എടുത്ത ചിത്രമാണ്? ഒരു ചിത്രത്തിൻ്റെ അടിക്കുറിപ്പ് മാത്രം വെച്ചുകൊണ്ട് അത് ഇന്ന സമയത്തെടുത്തതാണ്, ഇതാണ് കോൺടാക്റ്റ് എന്ന് പറയാൻ നമുക്കൊന്നും ഗ്രാഹ്യശേഷിയൊന്നുമില്ല. അവിടെയാണ് ഇറാനുള്ളിൽ തന്നെ 2 വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. ഒരുപക്ഷെ അമേരിക്കയെ ചിലയേറെ ചിന്തിപ്പിക്കുന്ന അതാണ്. ഇറാന്റെ ജനത മുഴുവനായി ഇതാ ഖൊമേനിക്കെതിരെ അല്ലെങ്കിൽ ഇറാന്റെ റവല്യൂഷണറി ഗാർഡിനെതിരെ, റവല്യൂഷണറി ഗാർഡ് കോപ്സിനെതിരെ, അല്ലെങ്കിൽ ഇറാന്റെ ഭരണ സംവിധാനത്തിനെതിരെ അതിശക്തമായി നിലനിൽക്കുകയും അതിൽ നിന്നും ജൈവികമായ ഒരു നേതൃത്വം ഉയർത്തിരിഞ്ഞ് വരികയും ചെയ്യുക എന്ന് പറയുന്നത് വിഷ്ഫുൾ തിങ്കിങ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിന് ഒരു ശക്തമായ പ്രതിപക്ഷം ഉണ്ടാവണം. ദൗർഭാഗ്യവശാൽ ഇറാനിൽ അങ്ങനെ ഒരു ശക്തമായ പ്രതിപക്ഷമില്ല. അങ്ങനെ പ്രതിപക്ഷം ഉണ്ടായിരുന്നെങ്കിൽ ഇതിനു മുമ്പുണ്ടായിരുന്ന, മാസങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന വലിയ പ്രതിഷേധത്തിൽ ഇതിനോടകം തന്നെ അലി ഖമനേയി ഭരണകൂടം താഴെ പോയനെ. പ്രത്യേകിച്ച് ഒരു യുദ്ധം ഉണ്ടാകുമ്പോഴേക്കും ഈ പറയുന്ന രാജ്യത്തിനകത്തെ പ്രശ്നങ്ങൾ മറന്ന് ഒരുമിച്ച് നിൽക്കുക, രാജ്യത്തിന്റെ ശത്രുക്കൾക്കെതിരെ പൊരുതുക എന്ന് പറഞ്ഞ ഏത് രാജ്യത്തിന്റെയും ജൈവികമായ സവിശേഷതയാണ്. അത് ഇറാൻ കാണുന്നു. അതാണ് ഒരുപക്ഷെ ഈ പറയുന്ന എബ്രഹാം ലിങ്കൺ ആക്രമിച്ചതിൽ അതിൽ പ്രകടമായിട്ടുണ്ടാവുക. എബ്രഹാം ലിങ്കണ് കാര്യമായ കേടുപാടുകൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിനെ അമേരിക്ക സീരിയസ് ആയി എടുക്കുകയാണെങ്കിൽ ഇവിടെയൊന്നും യുദ്ധം നിൽക്കുക എന്നതിൻ്റെ സൂചനയാണ്. എന്തായാലും നമ്മുടെ GCC രാഷ്ട്രങ്ങൾ സുരക്ഷിതമായിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുകയാണ്. പ്രിയ പ്രേക്ഷകർക്ക് ശുഭരാത്രി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.